صبروا وما يلقاها إلا ذو حظ عظيم صدق الله العلي العظيم بسم الله മുഴുവൻ കൊണ്ട് ഞാൻ തുടങ്ങുന്നിത് അൽഹംദുലില്ലാഹ് പിന്നിതാ മൊഴിയുന്നത് പ്രവാചക പ്രഭുവായ നബിയിൽ നിത്യവും റബ്ബിന്റെ കരുണ വരട്ടവന്റെ കടാക്ഷവും അനുയായികൾക്കും ആലിലും അത്ബാഇലും വർഷിച്ചു കൊണ്ടിരിക്കട്ടനോ നിമിഷത്തിലും സ്തുതികീർത്തനം നിനക്കാണ് റബ്ബുൽ ആലമീൻ സൗജന്യമായി ഇത് നീ ഖബൂൽ ചെയ്യാമീൻ. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നാളേക്ക് ഉപകരിക്കുന്ന നല്ല ഒരു സുഹൃതമായി പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ പറയ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നാളെ ഇതുപോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ മഹാന്മാരായ ബദർ ശുഹദാക്കളോടുകൂടെ ചേർന്നിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ വാർഷിക മജ്‌ലിസുകളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. എത്രയോ വർഷങ്ങളായി, 15ഉം 20ഉം 50ഉം ഒക്കെ വർഷങ്ങളായി പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെയൊക്കെ ഖബറിന്റെ അവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ പറയ അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. നാളെ നമ്മളും ആ പച്ചമണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന സമയത്ത് ഇവിടെ ഇതുപോലെയുള്ള മജ്‌ലിസുകളൊക്കെ കാണുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മജ്‌ലിസുൻ നൂറിന്റെ വാർഷിക സമാപന ദിവസത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരികയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള, നമ്മുടെ അറിവിലുള്ള, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷം, ഭയങ്കര സന്തോഷം. ആ പറയപ്പെട്ട വ്യക്തി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കാം. കുറച്ച് വൈകി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമില്ല. എന്തായി, ആളെന്തായി, വണ്ടി കിട്ടിയോ കിട്ടിയില്ലേ, എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ, എന്തെങ്കിലും പ്രയാസം വന്നോ, ആളെവിടെ, എന്തുകൊണ്ടാണ്, എന്തേ കാണാത്തത്, ഒരുപാട് തിരക്കാണ്. ഫോൺ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട്, അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട, ഒരു സമാധാനം ഉണ്ടാവില്ല. എത്ര പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ വിരുന്നുകാരൻ നമ്മൾ കാത്തിരിക്കുക അല്ലേ? മാത്രമല്ല, ആ വിരുന്നുകാർ വീട്ടിലേക്ക് എത്തിയാൽ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കാൻ എന്തൊരു ധൃതിയാണ് നമുക്ക്. ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയാലും പടച്ചോനെ വന്ന ആൾക്ക് റാഹത്തായിട്ടില്ലേ, ഭക്ഷണം തൃപ്തിയായിട്ടില്ലേ, സൗകര്യങ്ങൾ മതിയായിട്ടില്ലേ, എന്തൊരു വേവലാതിയാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. എന്നാൽ
അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ചില ആളുകളെ കാണാൻ, ചില ആളുകൾക്ക് വിരുന്നുകൾ ഒരുക്കാൻ, ചില ആളുകൾക്ക് സൽക്കാരങ്ങൾ ഒരുക്കാൻ, അവരെ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകക്കാരായ ചില മലക്കുകളെ ഏർപ്പാടാക്കിയിട്ട് ഈ വിരുന്നുകാരെ കാത്തിരിക്കാൻ 5 വിഭാഗം ആളുകളെ അല്ലാഹു തന്റെ സുഖലോക സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ മുഹമ്മദ് മുസ്തഫ. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് പോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ പ്രത്യേകമായ വിരുന്ന് സൽക്കാരങ്ങൾ ഒരുക്കി ഒരതിഥിയെ കാത്തിരിക്കുന്നത് പോലെ നമുക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് ജീവിതത്തിന്റെ സകലമാന സുഖസൗകര്യങ്ങളും ഒരുക്കി തന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന രാജാതിരാജനായ തമ്പുരാൻ 5 വിഭാഗം ആളുകളെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ഹബീബായ മുത്തുനബിയെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വർഗലോകത്ത് വെച്ച് നമ്മൾ ഏതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനേക്കാളേറെ അള്ളാഹു വളരെ ബഹുമാനത്തോടുകൂടെ ഈ അടിമകളെ കാത്തിരിക്കുന്നുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ ആ 5 വിഭാഗം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മജാലിസു സുലഹാഇ സ്വാലിഹീൻ. നല്ല നല്ല മനുഷ്യന്മാർ, സജ്ജനങ്ങളായ നല്ല സ്വാലിഹീങ്ങളായ ഉമ്മമാർ, ഉപ്പമാർ,
നല്ല മനുഷ്യർ എവിടെയെല്ലാം ഒത്തുകൂടുന്ന നല്ല നല്ല മജ്‌ലിസുകളുണ്ടോ, ആ മജ്‌ലിസുകളിൽ ഇരിക്കാൻ, ആ മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ, അവിടെ സഹായിക്കാൻ, സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമി ലോകത്തെ ഇൽമിന്റെ മജ്‌ലിസുകളിൽ ഇരുന്ന ആളുകളെ അല്ലാഹു പ്രത്യേകമായി സ്വർഗ്ഗലോകത്ത് പരിഗണിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കനെ പറയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, നമ്മൾ മരിച്ചു പോയാൽ, അതേ ഒരു വീട്ടിൽ നിന്ന് ചില ആളുകൾ സ്വർഗത്തിലുണ്ട്, ചില ആളുകൾ നരകത്തിലാണ്, അവരെ കാണാനില്ല. അയൽവാസികളിൽ പലരെയും നമ്മൾ കാണുന്നുണ്ട്, പലരെയും നമ്മൾ കാണുന്നില്ല. കുടുംബങ്ങളിൽ പലരെയും നമ്മൾ കാണുന്നുണ്ട്, പലരെ കാണാനില്ല. അതേ ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ ഇരുന്നവർ, ഒരേ കസേരയിൽ ഇരുന്നവർ, ഒരുമിച്ച് പഠിച്ച് കളിച്ച് ചിരിച്ച് വളർന്നു പോയവർ, ജീവിതത്തിൽ നമ്മുടെ കൂടപ്പിറപ്പുകളായി കൊണ്ട് നടന്ന പല ആളുകളെയും സ്വർഗത്തിൽ കാണാതെ വരുമ്പോ സ്വർഗവാസികളായ ആളുകൾ പരസ്പരം പറയുമത്രേ, അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിലെ, ഞങ്ങളെ അയൽ വീടുകളിലെ, ഞങ്ങളെ സ്വന്തം വീട്ടിലെ തന്നെ പലരെയും ഇവിടെ കാണാനില്ലല്ലോ, ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഞങ്ങൾ മാത്രം എങ്ങനെയാണ് നിന്റെ സുഖലോക സ്വർഗത്തിൽ എത്തിയത് എന്ന് സ്വർഗവാസികളായ ആളുകൾക്ക് പരസ്പരം ചോദിക്കാൻ അല്ലാഹു അവസരം നൽകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചില ആളുകളോട് പറയുമത്രേ, ഭൂമിയിൽ നമ്മൾ മജ്‌ലിസുൻ നൂർ ചെല്ലാൻ വേണ്ടി പോയിരുന്നല്ലോ, നമ്മൾ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്തിരുന്നല്ലോ, നമ്മൾ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് ചേർന്നിരുന്നിട്ടുണ്ടല്ലോ, അവിടെ പാവപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് ദിക്റുള്ള ഉമ്മമാർ, ഉപ്പമാർ, നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരൊക്കെ ഒരുമിച്ചിരുന്ന് നാഥനായ റബ്ബാകുന്ന അല്ലാഹുവിനോട് പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ നമ്മൾ ഒരുമിച്ച് പറഞ്ഞപ്പോ ഗഫറല്ലാഹു ലനാ, ഗഫറല്ലാഹു ലനാ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നോ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ എത്തിയത് എന്ന് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന ആളുകൾക്ക് അല്ലാഹു നാളെ പറയാൻ അവസരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, ആ ഒരു ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോ സെക്കൻഡ് സമയങ്ങളെ കുറിച്ചും അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രായപൂർത്തിയായ ആ കാലം മുതൽ മരണം വരെയുള്ള ഓരോ സെക്കൻഡ് സമയങ്ങളും നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചോ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാതെ ഒരാൾക്കും നാളെ മഹ്ശറ മരുഭൂമിൽ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി. അവിടെ 5 ചോദ്യങ്ങളുണ്ട്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന വയലാണ്. 5 ചോദ്യങ്ങളുണ്ട്. 5 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് ആ 5 കാര്യങ്ങൾക്കും കറക്റ്റ് ഒരു ആൻസർ പറയാതെ അയാൾക്ക് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ആണായാലും പെണ്ണായാലും 5 കാര്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞോളണം. അതിൽ ഒന്ന് ഭൂമി ലോകത്ത് അവർക്ക് അല്ലാഹു നിഅമത്തായി നൽകിയിട്ടുള്ള വിലപ്പെട്ട സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഒരു ചോദ്യം. 5 കാര്യങ്ങളിൽ ഒന്ന് അവന്റെ വിലപ്പെട്ട സമയത്തെ കുറിച്ചാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമയങ്ങൾ നമ്മൾ പല വിഷയങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുമ്പോൾ, പല വിഷയങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോ പടച്ചോനെ ഒരു 2 മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യത്തിന് ചെലവാക്കിയെന്നല്ലോ എന്ന് പറയാം, അല്ലേ? ഇപ്പൊ നമ്മളെ മറ്റെന്തെങ്കിലും പരിപാടികളാണെങ്കിൽ ഈ ആളുകളൊന്നുമല്ല ഇവിടെ ഉണ്ടാവുക, ഇവിടെ നല്ല എവിടെയാണ്, ലോകത്ത് എവിടെയായാലും മറ്റുള്ള പരിപാടികൾക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. പക്ഷേ ഇൽമിന്റെ മജ്‌ലിസിൽ ഇന്ന് ആളുകൾ കുറവാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭൂമിയിൽ 2 സ്വർഗ്ഗങ്ങളിൽ ഒരു സ്വർഗ്ഗമാണ് നമ്മൾ ഇരിക്കുന്ന ഈ ഉദ്യാനം. പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്‌ലിസ്, അവിടെ ഇരുന്നു കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ അസ്മാകൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. മഹാന്മാരെ കുറിച്ച് പറയൽ കഫാറത്തുൻ, അത് പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ്.
മജ്‌ലിസിൽ ഇരുന്നാൽ തന്നെ മതി, പാപം പുറത്തു തരാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ അള്ളാഹു പുറത്തു തരുന്ന അത്രക്കും മഹത്വമുണ്ട്. സ്വാലിഹീങ്ങളെ കുറിച്ച് പാടി പറയാ, അവരെ കുറിച്ച് കേൾക്കുക എന്നുള്ളത് ആ ഒരു സ്വർഗീയ ഉദ്യാനത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര ഇതുപോലെയുള്ള മജ്‌ലിസുൻ നൂർ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയില്ല. എത്ര വാർഷിക സദസ്സിൽ നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല, എത്ര മാസാന്ത മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കാൻ കഴിയുമെന്നറിയില്ല. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഇങ്ങനത്തെ ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നാൽ അൽഹംദുലില്ലാഹ്, അതൊരു വലിയ തൗഫീഖാണ്. കാരണം നാളെ മഹ്ശറ ലോകത്ത് അല്ലാഹു ചോദിക്കപ്പെടുന്ന 5 ചോദ്യങ്ങളിൽ അവന്റെ ആയുസ്സിനെ കുറിച്ച്, സമയത്തെ കുറിച്ച് ചോദിക്കുമ്പോ, പടച്ചവനെ, ആ മദ്രസയുടെ തിരുമുറ്റത്ത് ഉസ്താദുമാര് വഅള് പറഞ്ഞപ്പോ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഒരുമിച്ചിരുന്ന് മജ്‌ലിസുൻ നൂർ ചൊല്ലിയപ്പോ ഞങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു 2 മണിക്കൂർ ഞങ്ങൾ അതിന് ചെലവഴിച്ചു എന്ന് പറയുമ്പോ എത്രയോ മണിക്കൂറുകൾ നമ്മൾ അനാവശ്യമായി ചെലവഴിച്ചതിന് ഈ 2 മണിക്കൂർ നമുക്ക് ഉപകാരപ്പെടും. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم بارك لنا في رجب وشعبان اللهم بلغنا شهر رمضان. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറകത്ത് നൽകണേ അല്ലാഹ്. ശഅബാനിലും ഞങ്ങൾക്ക് ബറകത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിശുദ്ധമായ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് റജബും ശഅബാനും റമളാനും വരവേൽക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മജ്‌ലിസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ മാസം ഒരു മുബാറക്കായ മാസമാണ്. മറ്റൊന്ന്, ഈ ദിവസം ഒരു ബർക്കത്തുള്ള ദിവസമാണ്. മറ്റൊന്ന്, ഈ സമയം വിലപ്പെട്ടതാണ്. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വിലപ്പെട്ടതാണല്ലോ. ഈ മജ്‌ലിസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സമയം നമുക്ക് നഷ്ടമാവുകയില്ല, അത് നമുക്ക് പാഴായി പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ വിരുന്ന് സൽക്കാരം ഒരുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. ഈ ആയത്താണ് ആദ്യമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സ്വർഗ്ഗത്തിൽ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു വിരുന്ന് സൽക്കാരുണ്ട്. ഏതിന്റെ പേരില്? മജ്‌ലിസുൻ നൂർ ചൊല്ലി നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിൽ നമുക്ക് സ്വർഗത്തിൽ ഒരു സൽക്കാരം അല്ലാഹു നൽകുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാണ്. ആ ആയത്താണ് ആദ്യമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇല്ലല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ ഖാലൂ, അവർ പറയും, റബ്ബുനല്ലാഹ്, അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളെ റബ്ബ് നീയാണ്. ഒരു വിഭാഗം ആളുകൾ എപ്പോഴും പറയും, പടച്ചോനെ, ഞങ്ങളെ റബ്ബ് നീ മാത്രമാണ്. ആ പറയാ മാത്രല്ല, പിന്നെ അല്ലാഹു പറഞ്ഞു തന്ന അതേ വഴിയിലൂടെ, അല്ലാഹു പൊരുത്തപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല വഴിയിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഉമ്മമാർ ഉപ്പമാർ, നല്ല സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യർ മരിച്ചു പോകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ ആകാശത്തിന്റെ സീമകളിൽ നിന്ന്, വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാർ ഇറങ്ങി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മരിക്കാൻ കിടക്കുന്ന ഉപ്പയുടെ അടുക്കലേക്ക് ആ അവസാന ശ്വാസം ഇങ്ങനെ വലിക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഉമ്മാക്കുപ്പാക്കു സങ്കടം. പടച്ചവനെ, കാലങ്ങളായി നമ്മൾ അന്തി ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം ഖബറിലേക്ക് താമസം മാറാൻ പോവുകയാണ്. ഒരുപാട് കാലം കൂടെ നടന്ന ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ അവരോട് യാത്ര പറഞ്ഞ് ഒരു പക്ഷേ നാളെ ഏകാന്തതയുടെ ഖബറിലേക്ക് മാറുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ പേരമക്കളെ, സ്വന്തം മക്കളെ വിട്ടുപിരിഞ്ഞ് ഏകാന്തമായ ലോകത്തേക്ക് യാത്ര പോവുകയാണ്.
വർഷങ്ങളോളം പ്രവാസ ലോകത്ത് അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ പാടവും പറമ്പും കൃഷിയും ഭൂമിയും എല്ലാം വിട്ടേച്ചുകൊണ്ട് ആർക്കും വേണ്ടാത്ത ഒരു പള്ളിപ്പറമ്പിലേക്ക് പണ്ട് ആരോ വാങ്ങിയിട്ട് വകുപ്പ് ചെയ്ത ഭൂമിയിലേക്ക് താമസം മാറുകയാണ്. ഇതൊക്കെ മനുഷ്യൻ തന്റെ രോഗാവസ്ഥയിൽ തന്റെ മരണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത പേടിയാണ്, ബേജാറാണ്. ആ സമയത്ത് ആകാശത്തിന്റെ സീമകളിൽ നിന്ന് മാലാഖമാരിറങ്ങി വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന ഉമ്മയോട്, മരിക്കാൻ കിടക്കുന്ന ഉപ്പയോട് പറയാണ്, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, മക്കളെ കുറിച്ച് ആലോചിക്കണ്ട, ഭാര്യയെ കുറിച്ച് പേടിക്കണ്ട, ഭർത്താവിനെ കുറിച്ച് ആലോചിക്കണ്ട, വരുമാന മാർഗങ്ങളെ കുറിച്ച്, തന്റെ വീട്, തന്റെ വാഹനങ്ങൾ, തന്റെ എല്ലാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. ആരാ പറഞ്ഞു തരുന്നത്? തൊട്ടടുക്കുന്ന വാപ്പല്ല, അല്ലെ ഉമ്മല്ല, മക്കളല്ല പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞിരുന്നത്? അള്ളാഹുവിന്റെ മാലാഖമാരാണ്, മലക്കുകളാ പറഞ്ഞു തരുന്നത്. എന്താണ് ആ മലക്കുകൾ പറയുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലാ തഖാഫൂ, പ്രിയപ്പെട്ട ഉമ്മ, നാളെ പള്ളിപ്പറമ്പിലെ കോരിരുട്ടിൽ പാതിരാവിൽ ഖബറിന്റെ അകത്തളത്തിൽ കിടന്നിറങ്ങുന്ന കാര്യം ഓർത്തുകൊണ്ട്, പടച്ചവനെ, എന്റെ ഖബർ എന്താകും, എന്റെ മഹ്ശർ എന്താകും, എന്റെ നന്മകൾ തൂക്കുന്ന കിതാബ് എന്താകും, ഞാൻ സിറാത്ത് പാലം എങ്ങനെയാ വിട്ടുകിടക്കുക, എന്റെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് അല്ലാ തഖാഫൂ, ഉമ്മ, വരാനിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. ആര് പറഞ്ഞുതരാ? അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു. ഏതാ ഈ മലക്കുകൾ അറിയോ? ഏത് മലക്കുകളാ ഈ പറഞ്ഞിരുന്നത്? ഏത് മലക്കുകളാ? ആ ഇസ്ലാമിക് ചരിത്രത്തിലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ യുദ്ധമാണല്ലോ ബദർ. ബദറിന്റെ പോർക്കളത്തിൽ അതാ 313 സ്വഹാബിമാരോടുകൂടെ ബദറിന്റെ രണഭൂമിയിൽ പടപൊരുതിയിരുന്ന 5000 മലക്കുകൾ ബദരീങ്ങളാണ്. അവർ മരിച്ചിട്ടില്ല. 5000 ബദരീങ്ങൾ മലക്കുകളെ കൂട്ടത്തിൽ ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത 5000 മലക്കുകൾ ബദരീങ്ങളാണ്. അവർ മരിച്ചിട്ടില്ല. ആ മലക്കുകളെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ അവർ തിന്നലില്ല, അവർ കുടിക്കലില്ല, അവർ ഉറങ്ങലില്ല, അവർക്ക് ക്ഷീണമില്ല, അവർക്ക് തളർച്ചയില്ല, അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല. 24 മണിക്കൂറും നാഥനായ റബ്ബിനോട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ. അവർ മരിച്ചു പോയിട്ടില്ല. ഈ മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ പറയാം, അല്ലാ തഖാഫൂ, പേടിക്കണ്ടോ, പേടിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ആ പള്ളിപ്പറമ്പിലൊന്ന് പോയി നോക്കി, വെറുതെ വെളിച്ചൊന്നുമില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ കഴിയാം. നമുക്ക് വെറുതെ കുറച്ചാടെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയോ? ഇപ്പൊ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോ കഴിയില്ല. എന്നാൽ ആ പള്ളിപ്പറമ്പിൽ നമ്മളിങ്ങനെ രാവും പകലും ഒറ്റക്ക് കിടക്കുന്ന അവസ്ഥ, രാത്രിയും പകലും ഒരുപോലെ കിടക്കുന്ന അവസ്ഥ, ആ അവസ്ഥയെ കുറിച്ച് മലക്കുകൾ പറഞ്ഞു തരാണ്. ഉമ്മ, മരിക്കാൻ സമയത്ത് നിങ്ങൾ പേടിക്കണ്ടോ, നിങ്ങളെ ഖബർ, നിങ്ങളെ മഹ്ശർ, നിങ്ങളൊരു വിഷയത്തിലും പേടിക്കണ്ട. വലാ തഹ്സനൂ, മരിക്കുമ്പോ നിങ്ങൾ വീട്ടിൽ ഭാഗ്യമാക്കി പോയിട്ടുള്ള നിങ്ങളെ ഭർത്താക്കന്മാര്, നിങ്ങളെ ഭാര്യമാര്, നിങ്ങളെ മക്കള്, നിങ്ങളെ വാഹനങ്ങള്, നിങ്ങളെ സൗകര്യങ്ങൾ, അതൊക്കെ ഇനി എന്താകും എന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യണ്ട. വരാൻ പോണ കാര്യം, കഴിഞ്ഞു പോയത് ആലോചിച്ച് നിങ്ങൾക്ക് ദുഃഖവും വേണ്ട, പേടിയും തോന്നണ്ട. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅബ്ശിറൂ ബിൽ ജന്നത്തി ലതി കുൻതും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗ്ഗം ഇതാ, ഇത് കണ്ടോളൂ, ഇത് കണ്ടുകൊണ്ട് മരിച്ചോളൂ. അല്ലാഹുവിന്റെ മാലാഖമാര് പറയുകയാണ്, ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ മരിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടാൻ പോണ സംഗതികൾ ഇതൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമുള്ള മരണാലേ. വഅബ്ശിറൂ ബിൽ ജന്നത്തി ലതി കുൻതും തുഅദൂൻ. കഴിഞ്ഞിട്ടില്ല. ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങളെ ബോധിപ്പിച്ച് പോവില്ല. പിന്നെന്താ? കഴിഞ്ഞിട്ടില്ല. വീണ്ടും അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ മലക്കുകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മരണത്തിന്റെ വേദന നമ്മൾ അറിയുന്നില്ല, മരണത്തിന്റെ പ്രയാസങ്ങൾ നമ്മൾ അറിയുന്നില്ല, നമുക്ക് സങ്കടങ്ങളില്ല, നമുക്ക് ദുഃഖങ്ങളില്ല. നോക്കൂ നിങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും അവിടുന്ന് മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവേ അഇന്നി അലാ സകറാത്തിൽ മൗത്ത്, അല്ലാഹ് താങ്ങാൻ
കഴിയുന്നില്ല റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, മരണം ഒന്ന് എളുപ്പമാക്കി തരണേ അല്ലാ, ഒന്ന് സഹായിക്കണേ അല്ലാ. പടച്ചവനെ മരണവേദന ഒന്ന് ലഘൂകരിച്ച് തരണേ അല്ലാ. ലോകത്ത് മരണമില്ലാതെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ അവസരം കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങൾ പോലും മരണവേദനയിൽ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവോട് ദുആ ചെയ്തത്, അല്ലാഹുവേ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, എല്ലാ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായ ദുആകളുണ്ടല്ലോ, പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ടല്ലോ. എന്നാൽ അസ്ർ നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേകമായ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ നിസ്കാര ശേഷം ഒരു പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. എന്നാൽ അസ്ർ നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത്. അസ്ർ നിസ്കാര ശേഷം പ്രത്യേകമായി ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും എല്ലാവരും കൂട്ടമായും ഒറ്റക്കൊറ്റക്കായും ദുആ ചെയ്യേണ്ട പ്രാർത്ഥന മരണസമയത്തെ വേദനകളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ചാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ച് തരണേ അല്ലാ. അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത്, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ വാപ്പമാര് മരിക്കുമ്പോ, ഞങ്ങളെ ഉമ്മമാര് മരിക്കുമ്പോ കുഞ്ഞുനാളിൽ അവർ ഞങ്ങളോട് ഒരുപാട് കാരുണ്യം ചെയ്തിട്ടുണ്ട് അല്ലാ. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. മക്കള് വെയില് കൊള്ളുന്നത് ഒരു വാപ്പാക്കും ഉമ്മാക്കും സഹിക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ എത്ര വെയില് കൊണ്ടവരാ, എത്ര മഴ കൊണ്ടവരാ, എത്ര കഷ്ടപ്പെട്ടവരാ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളൊക്കെ വളർന്ന് വലിയ വലിയ ആളുകളായപ്പോ, നമുക്കൊരു വീടും സൗകര്യങ്ങളുമായപ്പോ, നമുക്ക് വാഹനങ്ങളായപ്പോ, നമുക്ക് ഭാര്യമാരും മക്കളും കുടുംബങ്ങളുമായപ്പോ നമ്മുടെ സന്തോഷം കാണാൻ ഇന്ന് ആ മാതാപിതാക്കൾ നമ്മോട് കൂടെയില്ല. ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ്. നമ്മുടെ ഭാര്യമാരോടുകൂടെ മക്കളോടുകൂടെ നമ്മൾ പാർക്കിൽ പോകുന്നത്, നമ്മൾ ബീച്ചിൽ പോകുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്, പ്രിയപ്പെട്ടവര് എന്തെല്ലാം ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഇന്ന് ഖബറിലാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് മാതാപിതാക്കൾക്ക് ഖബറിൽ വല്ലാത്ത ഉപകാരം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ പറയോ മുഹമ്മദ് മുസ്തഫ, ഉറക്കനെ പറയോ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ചാകാൻ പോകുന്ന ഒരാൾക്ക് കയറിന്റെ കഷ്ണം വിട്ടുകൊടുത്താൽ എത്ര സന്തോഷമാണ്. എത്രയാ അല്ലാഹുവിന്റെ റസൂൽ ഉദാഹരണം പറഞ്ഞത്. നീന്താൻ അറിയാത്ത ഒരാള് കിണറ്റിലോ കുളത്തിലോ വീണോ, അയാൾ ഇങ്ങനെ വെള്ളം കുടിച്ച് ചാവാൻ പോവുകയാണ്. അവസാന ശ്വാസം വലിക്കാൻ നേരം അയാൾ മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ അയാൾക്കൊരു പിടിയായിട്ട്, ഒരു രക്ഷയായിട്ട് ഒരു കയറിന്റെ കഷ്ണം ഇട്ടുകൊടുത്തിട്ട് അയാൾ ആ കയറിൽ പിടിച്ചിങ്ങനെ രക്ഷപ്പെട്ടാൽ, ജീവിതത്തിന്റെ തുടിപ്പിലേക്ക് തിരിച്ചു വന്നാൽ അയാൾക്ക് നിങ്ങളോടുണ്ടാകുന്ന സ്നേഹവും ബഹുമാനവും എത്ര മാത്രമാണോ, അയാൾ പിന്നെ മരണം വരെ നിങ്ങളെ മറക്കില്ല. അയാൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അയാൾക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ നീന്താൻ അറിയാതെ കിണറ്റിലോ കുളത്തിലോ പുഴയിലോ വീണ് നിങ്ങൾ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളോട് പോരാടുമ്പോ, പ്രിയപ്പെട്ടവരെ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് നിങ്ങൾ അവസാന ശ്വാസം വലിക്കുമ്പോ ഒരു കയറിന്റെ കഷ്ണം നിങ്ങൾ കിട്ടി തന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ
നിങ്ങൾക്ക് ആ മനുഷ്യനോടുണ്ടാകുന്ന സ്നേഹവും ബഹുമാനവും എത്രയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മരിച്ചുപോയ വാപ്പയും ഉമ്മയും ഖബറിൽ കിടക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ വെള്ളത്തിൽ വീണുപോയവന്റെ അവസ്ഥ പോലെയാണ്. അയാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ദുആ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട സഹോദര, ഓരോ വെള്ളിയാഴ്ചയും ജുമുഅ കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ മുമ്പിൽ വരുമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ കരിഞ്ചാപ്പാടി പള്ളിക്കാട്ടില് ആ 2 മൈലാഞ്ചി ചെടികൾക്കിടയിൽ അന്തിറങ്ങുന്ന എത്രയോ പ്രിയപ്പെട്ട പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് ഓരോ വെള്ളിയാഴ്ച രാവിലും നമ്മുടെ ദുആക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ പറ്റിയ ഏതെങ്കിലും മക്കളുണ്ടോ? അത് പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഏറ്റവും നല്ല ഒരു അമല് വവലദുൻ സാലിഹു യദ്ഉ ലഹു, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് ദുആർക്കാനോ ദുആ ചെയ്യിപ്പിക്കാനോ പറ്റിയ മക്കളെ അല്ലാഹു ദുനിയാവിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മരണശേഷം ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിന്റെ ഫറോവയായിരുന്ന ഫിർഔനും ഫിർഔനിന്റെ 10,000 പട്ടാളക്കാരും മഹദിയായ സയ്യിദത്തുനാ വ ഉമ്മുനാ ബീബി ആസിയ റളിയല്ലാഹു അൻഹാ, ചെറുപ്പക്കാരിയായ സുന്ദരിയായ സൗന്ദര്യവതിയായ ആസിയ ബീവിയെ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ മലർത്തി കിടത്തിയിട്ട് വലിയ വലിയ നീളമുള്ള ആണികൾ ഇങ്ങനെ ആ പച്ച ശരീരത്തിലേക്ക് മേടിത്തിറക്കുമ്പോ ആസിയ ബീവിയോട് ഫിർഔനും ഫിർഔനിന്റെ പട്ടാളക്കാരും ചോദിക്കുന്നുണ്ട്, ആസിയ, ഞാനല്ലാതെ ഒരു റബ്ബ് നിനക്കുണ്ടോ? ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ആസിയ, ഫിർഔനല്ലാത്ത വേറെ ഒരു റബ്ബ് നിനക്കുണ്ടോ? 10,000 പട്ടാളക്കാര് വലിയ വലിയ നീളമുള്ള ആണികൾ കൊണ്ടുവന്നിട്ട് ആ പച്ച ശരീരത്തിലേക്ക് ഇങ്ങനെ മേടിത്തിറക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഏതൊരു പെണ്ണും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്തൊരു സംഗതിയാണല്ലോ തന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി തന്നിട്ടുള്ള ശരീരം ഒരു അന്യ ആണും കാണാൻ ഇടവരാൻ ഒരൊറ്റ ഈമാനുള്ള പെണ്ണും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മരിക്കാൻ നേരം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വസിയത്തായി പറഞ്ഞിട്ടുള്ള ചില വസിയത്തുകളിൽ, എന്റെ പ്രിയപ്പെട്ട അലിയേ, ഞാൻ മരിച്ചു പോയാൽ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും ഒരാളും ഇന്ന് വരെ കാണാനിട വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്നെ മറവ് ചെയ്യേണ്ടത് പോലും രാത്രിയാകണമെന്ന് ഫാത്തിമ ബീവി വസിയത്ത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ സയ്യിദത്തുനാ വ ഉമ്മുനാ ആസിയ റളിയല്ലാഹു അൻഹയെ ചുട്ടുപൊള്ളുന്ന പച്ച മണലിൽ കിടത്തിയിട്ട് അർദ്ധനഗ്നയായ ശരീരത്തിൽ ഒരു കീറ കഷ്ണം പോലും ഇല്ലാതെ ആ പച്ചയായ ശരീരത്തിലേക്ക് ഇങ്ങനെ പച്ചയായ ആണികൾ ഇങ്ങനെ മേടിത്തിറക്കുമ്പോഴും മാത്രമല്ല, തീയിലിട്ട് ഓതിക്കാജിയ ചുട്ടുപഴുത്ത കമ്പിപ്പാര അവരുടെ ഗുഹ്യ സ്ഥാനത്തിലൂടെ ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് ഫിറഔനിന്റെ പട്ടാളക്കാർ ഇങ്ങനെ ആർത്തട്ടസിച്ചിരിക്കുകയാണ്. അവസാന ശ്വാസത്തിലും ആസിയോട് ചോദിക്കുന്ന, ആസിയ, ഞാനല്ലാതെ ഒരു റബ്ബ് നിനക്കുണ്ടോ? പട്ടാളക്കാർ ചോദിക്കുന്നു, ഈ കാണുന്ന ഫിറഔനല്ലാതെ ഒരു റബ്ബ് നിനക്കുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഫിറഔനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ആ മരണ
മരണവേദന എന്താണെന്ന് ആസിയ ബീവി അറിഞ്ഞിട്ടില്ല. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ആസിയ ബീവി അനുഭവിച്ചിട്ടില്ല. ആളുകൾ കാണുമ്പോ ആ പച്ച ശരീരത്തിലേക്ക് ആയിരക്കണക്കായ ആണികൾ തുരുതുരാ മേടിത്തിറക്കുകയാണ്, കമ്പിപ്പാര ജനനേന്ദ്രിയത്തിലേക്ക് കുത്തിയിറക്കുകയാണ്. പക്ഷേ അതൊന്നും ആസിയ അറിയുന്നില്ല. ആസിയ ബീവി അവസാന ശ്വാസത്തിലും റബ്ബിനോട് പറയുന്നത് അല്ലാ അല്ലാ റബ്ബി ബിനിലി ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ ഈ രാജകീയ കൊട്ടാരമൊന്നും എനിക്ക് പ്രശ്നമല്ല. നാളെ നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാ നിന്റെ മാലാഖമാരോട് പറയണമെന്ന് ആസിയ ബീവി നാളെ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കൊട്ടാരം കണ്ടുകൊണ്ട് നാളെ മഹദിയായ ആസിയ ബീവി അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്ന ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കണ്ടിട്ട് മരണവേദന അറിയാതെ ആസിയ ബീവി ലോകത്തോട് വിട പറഞ്ഞതുപോലെ എപ്പോഴും റബ്ബുനല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ, അല്ലാഹു പറഞ്ഞു തന്ന വഴിയിലൂടെ ജീവിച്ചാൽ മാലാഖമാർ മരിക്കാൻ നേരം നമ്മുടെ കിടപ്പറയിൽ വന്നിട്ട് നമ്മളോട് പറയുന്നു അല്ലാ തഖാഫു വലാ തഹ്സനൂ, പേടിക്കണ്ട ഉമ്മ, ദുഃഖിക്കണ്ട ഉമ്മ, സഹോദര, ഒരു വിഷയത്തിലും ഒരു ടെൻഷനും വേണ്ട. വബശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തൂഅദൂൻ, നിങ്ങൾക്ക് നാളെ അല്ലാഹു സുഖലോക സ്വർഗത്തിൽ തരാൻ പോകുന്ന കൊട്ടാരം ഇതാ. ഇത് കണ്ടുകൊണ്ടിങ്ങനെ മരിച്ചോളും. മാത്രമല്ല മാലാഖമാര് പറയുകയാണ് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ മരിച്ചിട്ടില്ല, ഞങ്ങൾ മരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ഖബറിലേക്ക് പോയാൽ അവിടെയും നാളെ ആഖിറത്തിലും നിങ്ങൾക്ക് സഹായികളായിട്ട് ഞങ്ങളുണ്ട്. നിങ്ങളെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരെ നോക്കാൻ, നിങ്ങളെ ഭാര്യമാരെ നോക്കാൻ, നിങ്ങളെ മക്കളെ സഹായിക്കാൻ, നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിങ്ങൾക്ക് സഹായികളായിട്ട് ഞങ്ങളുണ്ട്. ഞങ്ങൾ എവിടെ നിന്നാ വന്നതെന്നറിയോ? ആരാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞേച്ചതെന്നറിയോ? നുസുലും മിൻ ഗഫൂരിർ റഹീം, റഹ്മാനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ സൽക്കാരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതാ ആ സൽക്കാരത്തിലേക്ക് നിങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു പ്രത്യേകമായി നിങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ ഞങ്ങളെ പറഞ്ഞേച്ചതാണ്. നുസുലും മിൻ ഗഫൂരിർ റഹീം, അല്ലാഹുവിന്റെ പ്രത്യേകമായ സൽക്കാരത്തിലേക്ക് വിരുന്നുകാരായിട്ട് നിങ്ങളെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് മരിക്കാൻ നേരം ഈ മാലാഖമാർ മരിക്കാൻ കിടക്കുന്ന ഉമ്മയോടും അപ്പയോടും പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു ചേർത്ത് തരട്ടെ. നമുക്കൊന്നും ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട്, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ബദരീങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദീന് വളരാൻ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന കുറച്ച് ആളുകളെ കിട്ടാൻ, ഖുർആൻ ഓതുന്ന ചില നല്ല മനുഷ്യരെ കിട്ടാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സാലിഹീങ്ങളായ ഈ ഉമ്മത്ത് ഇവിടെ ഉണ്ടാകാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിലനിൽക്കാൻ നമ്മുടെ സ്വഹാബിമാർ, സ്വഹാബി വനിതകൾ, ബദർ ശുഹദാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്നും അത്ര കഷ്ടപ്പാടുണ്ടായിട്ടില്ല. നമുക്കെന്താ കഷ്ടപ്പാട്? നമുക്കെന്ത് കഷ്ടപ്പാടുണ്ടായത് പ്രിയപ്പെട്ടവരെ? ഒരു വാർഷികം വരുമ്പോ എന്തെങ്കിലും ഒരു 1000-500 സ്വതക്ക കൊടുക്കുക, അതല്ലേ നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മഹാന്മാരായ ബദർ ശുഹദാക്കൾ, ആ സ്വഹാബിമാരുടെ ഭാര്യമാര്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങള്, വേദനകള്, സങ്കടങ്ങള്, പ്രയാസങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ട ഉമ്മ. നമുക്കൊരു പ്രയാസമില്ല. وجادوا بأموالهم وباعوا نفوسهم لدين الهدى في كل موطن
ഗസ്വതി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ മഹാന്മാരാണവർ, മഹതിമാരാണവർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് കൊടുത്തവരാണവർ, സന്താനങ്ങളെ വിട്ടുകൊടുത്തവരാണവർ, ഭർത്താക്കന്മാരെ വിട്ടുകൊടുത്തവരാണവർ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ശരീരം വിട്ടുകൊടുത്തവരാണവർ. അല്ലാഹുവേ, ആ മഹാന്മാരായ ബദരീങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ബദരീങ്ങളുടെ നേതാവും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ പറയോ, മുഹമ്മദ് മുസ്തഫ. ശുഹദാക്കളെ മരിച്ചാൽ അവരെ കുളിപ്പിക്കാൻ പാടില്ല, അവരെ കഫൻ ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടി നിസ്കരിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരെ മറവ് ചെയ്താൽ മതി. അനന്താ, അവർ മഹാന്മാരാണ്, അവർ മഹാന്മാരാണ്, അവർ മഹത്വമുള്ളവരാണ്. അവർ മരിച്ചുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവർ മരിച്ചുപോയി എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അവരെ പേരിഞ്ഞ് പറഞ്ഞിട്ട് അവർ കേൾക്കൂല എന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ മരിച്ചവരല്ല, അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്, അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അവർ മരിച്ചതോടുകൂടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, സഹോദര, നമ്മൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നമ്മൾ കാണുന്നുണ്ട്. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് അവർക്കറിയാൻ പറ്റും. അവരുടെ പേരിൽ ആരൊക്കെയാണ് ദാനധർമ്മങ്ങൾ ചെയ്തതെന്ന് അവർക്കറിയാൻ പറ്റും. അവരുടെ പേരിൽ ആരൊക്കെയാണ് യാസീൻ ഓതിയത്, ഫാത്തിഹ ഓതിയത് എന്ന് അവർക്കറിയാൻ പറ്റും. കാരണം അവരാ ബദരീങ്ങൾ. അതുകൊണ്ടാ ബദരീങ്ങളെ കുറിച്ച് എല്ലാവരും പാടി പറയുന്നത്. മജ്‌ലിസുൻ നൂർ എന്ന് പറയുമ്പോൾ ആവേശത്തോടുകൂടെ എല്ലാവരും ഓടി വരുന്നത് എന്താണ്? അവർ മഹാന്മാരാണ്, അവർ മഹത്വമുള്ളവരാണ്. അവർ നമ്മളെ പോലെയുള്ള ആളുകൾ അല്ലേ അല്ല. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരൊക്കെ മരിച്ചുപോയ ആരാ നമ്മളെ കുറിച്ച് ഓർക്കുക? ആരാ നമ്മളെ കുറിച്ച് പാട്ട് പാടുക? ആരാ നമ്മളെ കുറിച്ച് വഴുതു പറയാ? പ്രിയപ്പെട്ടവരെ, മഹാന്മാർ അങ്ങനെയാണോ? അല്ലാഹു പറയുന്നത്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ വറഫഅനാ ലക ദിക്റക, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ അല്ലാഹു ഇങ്ങനെ ജനങ്ങളിലൂടെ നാവ് കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് അവരെ ഉന്നതമായ ദർജകളിലേക്ക് എത്തും. അവരുടെ പേരുകൾ, അവരുടെ മഹത്വങ്ങൾ അല്ലാഹു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ മരിച്ചുപോയ ആരറിയാനാണ്? ചിലപ്പോ പാപ്പ മരിച്ച, ഉമ്മ മരിച്ച, ചിലപ്പോ ഉറച്ച സുന്നികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരാണ്ടിനൊക്കെ ഒരു മജ്‌ലിസുൻ നൂർ ചിലപ്പോ ചോറൊക്കെ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7 or 40 ഒരു മൗലൂദൊക്കെ ഓതിച്ചേക്കാം. പിന്നൊക്കെ കണക്കന്നെ. പക്ഷേ ബദരീങ്ങൾ അങ്ങനെയല്ലല്ലോ, മഹാന്മാർ അങ്ങനെയല്ലല്ലോ. അവർക്കറിയാം ഈ മജ്‌ലിസുൻ നൂറിൽ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, ഏതെല്ലാം മാസങ്ങളിൽ ആരെല്ലാം വരുന്നുണ്ട്, ആരെല്ലാം സംഭാവനകൾ കൊടുക്കുന്നുണ്ട്, ആരെല്ലാം അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആരെല്ലാം അവർ ഓർക്കുന്നുണ്ട്, ആർക്കെല്ലാം അവരോട് പ്രത്യേകമായ താല്പര്യമുണ്ട്. കാരണം അവർ മരിച്ചതോടുകൂടെ എല്ലാം കഴിഞ്ഞിട്ടില്ല, ഉറപ്പാണ്. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാനല്ല പറയുന്നത്, ഖുർആൻ പറയാ. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തില് ജീവാർപ്പണം നടത്തിയിട്ടുള്ള മഹാന്മാർ അവർ ഒരിക്കലും മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്. അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്, പറയാൻ പാടില്ല, തെറ്റാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഇതുപോലെയുള്ള മഹത്തായ മജ്‌ലിസുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, മരിക്കാൻ നേരം അല്ലാഹുവിന്റെ മാലാഖമാര് അതാ സ്വർഗത്തിലേക്ക്, പ്രത്യേകമായ അല്ലാഹുവിന്റെ സൽക്കാരത്തിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നതാണ്. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ പടത്ത തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ മരണം കാരുണ്യവാനായ റബ്ബായ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ പറയൂ, അല്ലാഹു നൽകട്ടെ. മക്കളെ ഒന്ന് ആമീൻ പറയൂ. അല്ലാഹു അങ്ങനത്തെ ഈമാനുള്ള മരണം നൽകട്ടെ. എല്ലാവർക്കും കിട്ടും പായസം, എല്ലാവർക്കും കിട്ടും കേട്ടോ, എല്ലാവർക്കും കിട്ടും ഇൻഷാ അല്ലാഹ്.
ഈ പായസത്തിന്റെ കാര്യങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കേട്ടകൊണ്ടൊന്നും എനിക്കറിയില്ല. നമ്മളെ ഈ നാട്ടിലുള്ള ആൾക്കാർ കൊടുക്കുന്ന പായസം തന്നെയല്ലോ. ഈ പായസത്തിന് ഒരു വലിയ മഹത്തുണ്ട്. എന്താന്നറിയാം? കുഴൽക്കിണർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. വലിയ പ്രയാസത്തില്. നമുക്കറിയാലോ, പ്രത്യേകിച്ച് കുഴൽക്കിണറൊക്കെ അടിക്കുമ്പോൾ ഒരു 10,000 റുപ്യ ചെലവാക്കിയിട്ട് അത് കാറ്റുപോണ പോലെ ഒരു ഫൂന്നറിട്ട് പൊടി പാറിയാണ് പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വേദന അല്ലേ, ആ പ്രയാസം, അപ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ ടെൻഷൻ, മാനസികമായിട്ടുള്ള ഒരു പ്രയാസം, അല്ലാഹുവേ എന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയിൽ. നമ്മളൊക്കെ പഴയ കാലത്ത് ഉമ്മമാരെന്താ പറഞ്ഞിരുന്നത്? പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ഉടനെ പറയും, ബദരീങ്ങളെ ഒന്ന് വീണ് പോകും തോന്നിക്കഴിഞ്ഞാൽ അല്ലേ, നടത്തത്തിനൊരു കപ്പാസിറ്റി കിട്ടുന്നില്ല, തളർന്നു പോകാൻ തോന്നുമ്പോ, വീണ് പോകാൻ തോന്നുമ്പോ, എല്ലാം നശിച്ചോ എന്ന് തോന്നുമ്പോ പെട്ടെന്നൊരു വിളിയാണ്. ആ വിളി മനസ്സിൽ തട്ടിയിട്ട് വരുന്ന വിളിയാണ്, ബദരീങ്ങളെ കാക്കണേ എന്ന് നമ്മുടെ പഴയകാലത്തെ ഉമ്മമാർ ഉപ്പമാർ ഒന്ന് വിളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിൽ തട്ടിയിട്ടുള്ള, ആത്മാർത്ഥമായി തട്ടിയിട്ടുള്ള ഒരു വിളിയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ആദ്യം ആരെ വിളിക്കുക? ഉമ്മാനെ വിളിക്കുക, പിന്നെ ഉപ്പാനെ വിളിക്കുള്ളൂ. ആദ്യം ഉമ്മാന്നിട്ട് ഉമ്മാനെ വിളിക്കുക എന്നതുപോലെ നമ്മുടെ പഴയകാല ഉമ്മമാർ ഉപ്പമാർ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിച്ചിരുന്ന ആ ഒരു വിളിയുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടുകാരായ ഒരു കുടുംബം ഒരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആ ഒരു വിഷമഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മജ്‌ലിസുന്നൂറിൽ ഒരു ചായയോ ഒരു പായസമോ എന്തെങ്കിലും സന്തോഷത്തിനൊന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചു. മനസ്സിൽ തട്ടിയ, മനസ്സിൽ വന്ന ആ ഒരു ചിന്തയാണ്, സെക്കൻഡ് കൊണ്ട് മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, പടച്ചോനെ വെള്ളം കിട്ടിയില്ല എന്താവും? വിഷമഘട്ടത്തിൽ വിളിച്ചതാണ്. മജ്‌ലിസുന്നൂർക്ക് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കാൻ. മണിക്കൂറുകൾ തികഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്ക്, മണിക്കൂറുകൾ തികയുന്നതിന്റെ മുമ്പ് അതാ വെള്ളത്തിന്റെ പ്രവാഹമാണ്, വല്ലാത്തൊരു വെള്ളത്തിന്റെ പ്രവാഹമാണ്. എത്രയാണ് ആ കുടുംബത്തിന്റെ സന്തോഷം. അല്ലെങ്കിലും നേർച്ചകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യം ശരിയായി കഴിഞ്ഞാലേ കൊടുക്കേണ്ടതുള്ളൂ. ഞാൻ എന്റെ കാര്യം ശരി, എന്നാൽ ഇന്ന വിഷയം പൂർത്തിയായാൽ, ശരിയായാൽ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അപ്പോഴേ നേർച്ചയാവുള്ളൂ. കാര്യം ശരിയായിട്ടില്ലെങ്കിൽ കൊടുക്കൊന്നും വേണ്ട, കടങ്ങളാവുന്നില്ല. കണ്ടോ നിങ്ങൾ ബദരീങ്ങളെ കറാമത്ത്, ബദരീങ്ങളുടെ മഹത്വം അതാണ്, ബദരീങ്ങളുടെ മഹത്വം അതാണ്. അതാണ് ബദരീങ്ങളെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ആണ്ട് കഴിച്ചിരുന്നോ, നേർച്ച കഴിച്ചിരുന്നോ? മക്കത്തും മദീനത്തും ഒക്കെ ബദരീങ്ങളെ പേരിൽ ആണ്ടുണ്ടോ, ഉറൂസുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീനയിലേക്ക് ചെന്നപ്പോ, ഒരു കാലത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ ത്വലഅൽ ബദറു പാട്ടുപാടി വഴിയോരങ്ങളിൽ കാത്തിരുന്ന് സ്വീകരിച്ചിരുന്ന ഉമ്മമാര്, തരുണീമണികളായ പെൺകുട്ടികള് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പാട്ട് പാടുകയാണ്. അതിനു മുമ്പ് റസൂലുള്ള വന്നപ്പോ ആ മക്കള് പാടിയിരുന്നത് ബദരീങ്ങളെ കുറിച്ചുള്ള പാട്ടാണ്. മുത്തനബി മദീനയിൽ ചെന്നപ്പോ അവിടെയുള്ള കുട്ടികളൊക്കെ പാടെ ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളെ കുറിച്ച് ഇങ്ങനെ പാട്ടുപാടാം. അപ്പൊ നബി തങ്ങൾ ഒരിക്കൽ മദീനയിൽ ചെന്നപ്പോ അവിടുത്തെ പെൺകുട്ടികളെ ദഫ് മുട്ടിയിട്ട് പാട്ടുപാടുകയാണ്, ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടുകയാണ്. പെട്ടെന്ന് ലോകത്തിന്റെ നായകൻ കടന്നു വന്നപ്പോ, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വന്നപ്പോ ബദരീങ്ങളുടെ ആ വിഷയം മാറ്റിയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പാട്ട് പാടുകയാണ്. മക്കള് വിഷയം അങ്ങോട്ട് മാറ്റി. അപ്പൊ റസൂലുള്ള പറഞ്ഞത്, നിങ്ങളാ പാട്ടെന്നെ പാടിക്കോളീന്നാണ്, എന്നെ കുറിച്ച് പാടി എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങളിപ്പോ പാടിയിരുന്ന പാട്ട് തന്നെ പാടിക്കോളൂ, ബദരീങ്ങളെ കുറിച്ച് തന്നെ പാടിക്കോളൂ. ആ ബദരീങ്ങൾ മഹത്വമുള്ളവരാ. റസൂലുള്ളാഹി നിർത്തിയേക്കാൻ പറഞ്ഞില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല, ഇസ്ലാം എന്ന് പുറത്തോണ പരിപാടിയാന്ന് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, നമുക്കൊരു വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? കുഴൽക്കിണർ കളിച്ചു, വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല, നിർത്തിപ്പോയി.
ബദരീങ്ങളുടെ പേരിൽ ബദരീങ്ങളുടെ മജ്‌ലിസുന്നൂറിലേക്ക് ഒരു മധുരം കൊടുക്കാൻ നേർച്ചയാക്കിയപ്പോ നിർത്തിയ കിണറിൽ വെള്ളത്തിന്റെ പ്രവാഹമാണ്. അല്ലാഹു ആ വെള്ളം നിലനിർത്തി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമീൻ പറയ്. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആ ഒരു സന്തോഷത്തിലാണ് പായസം തരുന്നത്. ബദരീങ്ങളെ കറാമത്ത് കാണില്ലേ? എത്രയെത്ര അത്ഭുതങ്ങളാണ്, എത്രയെത്ര ജീവിച്ചിരിക്കുന്ന അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാര് തന്നെയാണ്. അത് തന്നെയാണ് അല്ലാഹു പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ. ഒരിക്കലും അവർ മരിച്ചവരാണ്. അവരുടെ മരണത്തോടുകൂടെ എല്ലാം തീർന്നു. അവർ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. ഇനി അസ്ഥികൂടങ്ങളോ നുരുമ്പിപ്പോയ എല്ലുകളോ അതൊക്കെ ഖബറിൽ ഉണ്ടാകൂ. അതൊന്നും ഇനി നിങ്ങൾ മജ്‌ലിസുന്നൂർ ചൊല്ലിയാൽ ദുആ ചെയ്താൽ അവരെ കുറിച്ച് പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കൂല. അതൊക്കെ ഒരു വെറും വാക്കാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകല്ല ഉമ്മ. ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത് സഹോദര. അത് തെറ്റാണ്. മഹാന്മാര് തന്നെയാണ്. ബദരീങ്ങൾ തന്നെയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ, ആണായാലും പെണ്ണായാലും ജനങ്ങൾ ഓർക്കാൻ, ജനങ്ങൾക്ക് കേൾക്കാൻ, ജനങ്ങൾക്ക് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമുണ്ടാക്കി കൊടുക്കും. അവർ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരല്ല. അവർ നമ്മളെ പോലെയുള്ള ആളുകളല്ല. അവർ മഹാന്മാരാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട നിമിഷങ്ങളിൽ, വിലപ്പെട്ട സമയങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ നമുക്കിങ്ങനെ ഇരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നാൽ അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില ഉമ്മമാർ അവിടെ നിൽക്കണ കാണുന്നുണ്ട്. അവിടെ ഇരിക്കണം. ചില ഉമ്മമാരോട് ഇരിക്കുന്നതാണ്. മുകളിൽ സ്ഥലമുണ്ട്, ഉള്ളിൽ സ്ഥലമുണ്ട്. അൽഹംദുലില്ലാ. ആണുങ്ങളുടെ ഒക്കെ എത്രയോ ഇരട്ടിയാണ്. എല്ലാ മജ്‌ലിസിലും അവസ്ഥ തന്നെയാണ്. ഉമ്മമാർ വളരെ താല്പര്യത്തിൽ അവർ ഈമാനുള്ള മനുഷ്യരാണ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉമ്മമാരെ കുറിച്ച് എപ്പോഴും നമ്മൾ വഴുത് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കാനാവാത്ത സമ്പത്ത്, വില നിശ്ചയിക്കാൻ കഴിയാത്ത സമ്പത്ത് അൽ മർഅതു സാലിഹ. എല്ലാത്തിനും വില പറയാം. ദുനിയാവിൽ എല്ലാത്തിനും വില പറയാം. ഒരു ടൗണിൽ, പ്രധാനപ്പെട്ട ഒരു ടൗണിൽ, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സിറ്റിയിൽ ഒരു 4-5 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിന് ഇത്ര കോടി വില എന്ന് പറയാം. പക്ഷേ അല്ലാഹുവിന്റെ ഭൂമിയില് വില നിശ്ചയിക്കാൻ കഴിയാത്ത, വില നിശ്ചയിക്കാൻ, നിർണയിക്കാൻ ഒരാൾക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത, ലോകത്തെ ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത സ്വത്തെന്ന് പറയുന്നത് സാലിഹത്തായ പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഓർക്കണേ. മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഈമാനുള്ള ഉമ്മമാരെ നോക്കി നിങ്ങൾ. പ്രായം കൊണ്ട് തളർന്നു പോയി, മുട്ടുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും ഉമ്മമാരെത്ര ആവേശത്തോടുകൂടെയാണ് ഇതുപോലെയുള്ള മജ്‌ലിസിലേക്ക് വരുന്നത്. കണ്ടോ, ആ പ്രായം കൊണ്ട് നരച്ചുപോയ ഉപ്പമാരെന്റെ മുമ്പിലുണ്ട്. ആ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരു പവറാണ്, എന്തൊരു ചന്തമാണ്, വല്ലാതൊരു സന്തോഷമാണ്. അവരെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി നിലനിർത്തുന്നത് തന്നെ. ഇതുപോലെയുള്ള ഈമാനുള്ള ഉപ്പമാരും ഉമ്മമാരും ഈ മജ്‌ലിസിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഭൂമി അല്ലാഹു നിലനിർത്തുന്നത് ചില ആളുകളെ പരിഗണിച്ചിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു വിഭാഗം ആളുകള് പ്രായമുള്ള ഉമ്മമാരും പ്രായമുള്ള ഉപ്പമാരുമാണ്. കാരണം എന്താണെന്നറിയോ? എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ പാതിരാവിന്റെ യാമങ്ങളിൽ അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, അവർ ളുഹാ നിസ്കരിക്കുന്നവരാണ്, അവർ ഖുർആൻ ഓതുന്നവരാണ്.
അൽഹംദുലില്ലാ. ആ മക്കളൊന്ന് മുമ്പ് ബെഞ്ചുമക്കിരുന്ന് കൊടുക്കിട്ടോ. നല്ല കുട്ടികൾ അൽഹംദുലില്ലാ. പ്രായമുള്ള ഉപ്പാർ വരുമ്പോൾ നമ്മൾ അവർക്ക് കസേരകളും സ്റ്റൂളൊക്കെ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ആളുകൾ ഇനി ഒരുപാട് വരാനുണ്ട്, ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല മക്കളാണ്. ആ ചാരിയിരിക്കാൻ പറ്റിയ കസേരൊക്കെ ഒന്ന് ആ പ്രായമുള്ള ഉപ്പമാർക്ക് കൊടുത്ത നല്ലൊരു സൗകര്യമായിരിക്കും. ഒരു സ്നേഹല്ലേ, ബഹുമാനല്ലേ. മക്കളിങ്ങനെ നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കുക, കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ നിലനിർത്തുന്നത്, അല്ലാഹു തആല ഈ ലോകത്തെ നിലനിർത്തുന്നത്, സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത് നമുക്ക് പ്രയാസങ്ങളില്ലാതെ, നമുക്ക് രോഗങ്ങളില്ലാതെ, നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ നിലനിർത്തുന്നത് ചില ആളുകളെ പരിഗണിച്ചിട്ടാണ്. അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്ഉ. ബക്കറ്റ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ദുആ ചെയ്യാൻ ഉസ്താദൊക്കെ വരുന്നതിന് മുമ്പ്, മജ്‌ലിസ് നൂറൊക്കെ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളെ കയ്യിൽ ഇന്നലെ തന്നയച്ചിട്ടുള്ള കവറ്, പ്രത്യേക ദുആ വസിയത്തുകൾ കൂട്ടത്തിൽ നിങ്ങളെ കയ്യിലുള്ള സംഭാവനയിൽ ഇട്ട് കൊടുത്താൽ ഉസ്താദ് വരുന്നതിന് മുമ്പ്, മജ്‌ലിസ് നൂറൊക്കെ ചെല്ലുന്നതിന് മുമ്പ് ആ ദുആ ചെയ്യാനുള്ള ലീസ്റ്റ് ഒന്ന് സംഘാടകർക്ക് റെഡിയാക്കാൻ പറ്റും. അത് നല്ലൊരു സൗകര്യമായിരിക്കും. പ്രത്യേകമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരു വാർഷികത്തിന് മജ്‌ലിസ്, അടുത്ത വാർഷികത്തിന് നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ പ്രത്യേകമായി ആ കവറിലിട്ടിട്ട് സംഘാടകരെ പെട്ടെന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ചില ആളുകളെ പരിഗണിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ഭൂമിയെ നിലനിർത്തുന്നത്. അതിൽ ഒന്ന് പ്രായമുള്ള ഉമ്മമാര്, പ്രായമുള്ള ഉപ്പമാർ. അവർ നിസ്കരിക്കും. കാരണം അവർക്ക് നിസ്കാരത്തോട് വലിയ താല്പര്യമാണ്. നമ്മൾ ചെറുപ്പക്കാർ കടന്നുറങ്ങും. ചെറുപ്പക്കാർക്ക് ഇബാദത്തുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രായം കൊണ്ട് തളർന്നു പോയപ്പോ, കണ്ണിന്റെ കാഴ്ച വേണ്ടത്ര കിട്ടാതെ പോയപ്പോഴും, ശരീരം വേണ്ടത്ര, എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യപരമായി ഒരുപാട് ക്ഷയിച്ചു പോയപ്പോ, തീർന്നു പോയിട്ടും ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് കിട്ടുന്ന വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ ലൗലാ ശുയൂഖുൽ ലിൽ ഇലാഹി റുക്ഉ, എപ്പോഴും റുകൂഇലായി, എപ്പോഴും സുജൂദിലായി, ളുഹാ നിസ്കാരത്തിലായി, തഹജ്ജുദ് നിസ്കാരത്തിലായി, സുന്നത്ത് നിസ്കാരത്തിലായി, ദിക്റിലായി, ഫിക്റിലായി, ഇബാദത്തിലായി പ്രായം കൊണ്ട് തളർന്നു പോയ ഉമ്മമാർ, ഉപ്പമാർ, വയോവൃദ്ധരായ ഉമ്മമാർ, ഉപ്പമാർ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ, ഒരു വിഭാഗം പറഞ്ഞത് വയസ്സന്മാരായ ഉമ്മമാരെയും ഉപ്പമാരെയാണ്. മറ്റൊന്ന് വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്ഉ, മേഞ്ഞു നടക്കുന്ന ഒരുപാട് മിണ്ടാപ്രാണികളുണ്ട്, പശുക്കളുണ്ട്, ആടുമാട്, ഒട്ടകങ്ങളുണ്ട്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികളുണ്ട്, പറവകളുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. പക്ഷേ അവരും ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവരും ദിക്ർ ചൊല്ലുന്നവരാണ്, അവരുടെ ഭാഷയിൽ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്. പക്ഷെ നമ്മളെ പോലെ എനിക്ക് പനിയാണ്, എനിക്ക് തലവേദനയാണ്, എനിക്ക് അസുഖമാണ്, എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും. പക്ഷേ അല്ലാഹുവിന് അവരുടെ ഭാഷയിൽ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, അവർ ദിക്ർ ചൊല്ലുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്ഉ, മേഞ്ഞു നടക്കുന്ന മിണ്ടാപ്രാണികളും ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെ അമ്മിഞ്ഞ പാല് കുടിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ നമ്മുടെ സദസ്സിലുണ്ടല്ലോ. ചെറിയ ചെറിയ മക്കള് നരകം എന്താണെന്ന് അവർക്കറിയില്ല, സ്വർഗം എന്താണെന്നറിയില്ല, മരണം എന്താണെന്നറിയില്ല, ജീവിതം എന്താണെന്നറിയില്ല, എന്തിനാണ് ദുആ ചെയ്യുന്നത്, എന്തിനാണ് ആമീൻ പറയുന്നത് പോലും അറിയില്ല. ഒന്നും തിരിയാതെ ഈ ചെറിയ മക്കളും മേഞ്ഞു നടക്കുന്ന മിണ്ടാപ്രാണികളോ വയോവൃദ്ധരായ മാതാപിതാക്കൾ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ വലിയ വലിയ ശിക്ഷകൾ ഇറക്കിക്കൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു നശിപ്പിക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ, മക്കളെ സ്വലാത്തുല്ലി മുഹമ്മദ് മുസ്തഫ
അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് പിന്നെ ഇവിടെ മജ്‌ലിസുന്നൂറും വാർഷികമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ നാടിനെ ഉണ്ടാവൂല. പക്ഷെ അള്ളാഹു ഈ നാടിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് 3 വിഭാഗം ആളുകളെ പരിഗണിച്ചിട്ടാണ്. നോക്കൂ നിങ്ങൾ, ഒരു വർഷം മുമ്പ് 10-12 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫലസ്തീനിലെ പാവപ്പെട്ട ഉമ്മമാർ അവരുടെ ഭർത്താക്കന്മാർ കത്തിക്കരിഞ്ഞു പോയപ്പോ, ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ കരിഞ്ഞു പോയപ്പോ, പ്രിയപ്പെട്ടവരെ, ഒന്നും തിരിയാത്ത അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ചോര പൈതങ്ങള് ഉമ്മമാരുടെ മാറിടത്തിൽ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ട് മരിച്ചു പിടഞ്ഞു വീണപ്പോ അത് കണ്ട് ആർത്തട്ടഹസിച്ച് ചിരിച്ചിരുന്ന അമേരിക്കയുടെ പല ആളുകളും ഇന്ന് കരയുകയാണ്. എന്തേ? അവിടെ തീക്കാറ്റാണ്. ആയിരക്കണക്കായ ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. ലക്ഷക്കണക്കായ കോടിക്കണക്കായ രൂപകൾ വിലമരിക്കുന്ന വലിയ വലിയ അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെല്ലാം ഇന്ന് കത്തിക്കരിഞ്ഞ് വെണ്ണീറായിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് അന്ന് പലസ്തീനിലെ മക്കളുടെ ചോര കണ്ടിട്ട് ചിരിച്ചിരുന്നവർ ഇന്ന് കരയാം. വല്ലാത്തൊരവസ്ഥ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഏത് വിധേനയും പാഠം പഠിപ്പിക്കും, ശിക്ഷ നടപ്പിലാക്കും. പക്ഷേ അല്ലാഹു പറയുന്നത് 3 വിഭാഗം ആളുകൾ അല്ലാഹു വല്ലാതെ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രായമായ വയോവൃദ്ധരായ മാതാപിതാക്കളാണ്. റസൂലുള്ള പറഞ്ഞത് എത്രയാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെയൊക്കെ വയസ്സെത്രയാണ്? റസൂലുള്ള പറഞ്ഞത് മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഇപ്പൊ എത്ര വയസ്സായി? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ഇപ്പൊ എത്ര വയസ്സായി? റസൂലുള്ള പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. പറഞ്ഞത് റസൂലുള്ളല്ലേ? ഇനി മാറ്റി പറയോ? മാറ്റി പറയാൻ പറ്റുമോ? പറഞ്ഞത് എന്തെങ്കിലും അവിടുന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇൻഹുവ ഇല്ലാ വഹയ്യൂഹാ, അല്ലാഹുവിന്റെ വഹയി പ്രകാരമല്ലാതെ ലോകത്തോട് മുത്തുനബി ഒന്നും പറയില്ല. പറഞ്ഞത് മുത്ത് റസൂലുള്ള. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഈ 60-ന്റെയും 70-ന്റെയും ഇടയിൽ നമ്മൾ മരിച്ചു പോകണം. അപ്പൊ ഇനി സ്വന്തത്തോട് ചോദിക്കും. ഞാൻ ചോദിക്കാൻ എന്നോട്, എനിക്ക് ഇനി ഏറിയ ദുനിയാവിൽ എത്ര കിട്ടും? കിട്ടുന്നൊരു ഉറപ്പൊന്നുമില്ല. കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ, ഈ ലോകത്ത് നമ്മൾ താമസിക്കുന്ന, നമ്മൾ അന്തിയുറങ്ങുന്ന വീട്ടിൽ ഇനി അന്തിയുറങ്ങാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇനി കഴിക്കാൻ, ഭാര്യ മക്കളോടുകൂടെ, ഭർത്താക്കന്മാരോടുകൂടെ, പേരമക്കളോടുകൂടെ കരിഞ്ചാപ്പാടി വട്ടപ്പറമ്പ് എന്ന് പറയുന്ന നാട്ടിൽ ഇനി എത്ര കാലം എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടും? റസൂലുള്ള പറഞ്ഞത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ വയസ്സ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയത്ര എന്തായാലും ഇനി കിട്ടൂല. കിട്ടിയതിന്റെ പകുതി ഇനി കിട്ടാനില്ല. ഇനി എത്ര കിട്ടിയാലും ലാഭമാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ഉമ്മമാര്, 40 കഴിഞ്ഞ ഉപ്പമാര്, സഹോദരന്മാര്, ഉമ്മമാര് എപ്പോഴും മരണത്തോട് തയ്യാറായി കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണട്ടോ, അല്ലാഹുവിനെ പേടിക്കണട്ടോ, അല്ലാഹുവിനെ ഭയപ്പെടണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഞാനിങ്ങ് മരിച്ചുപോയാൽ, ഞാനങ്ങ് നാളെ മരിച്ചുപോയാൽ, അല്ലാഹുവേ, എന്റെ ഖബറിലേക്ക്, എന്റെ നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഓരോ മനുഷ്യരും തന്റെ സ്വന്തം ശരീരത്തോട് ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാം. ഓ സത്യവിശ്വാസികളെ, വളരെ സ്നേഹത്തിൽ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളെ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ, പടച്ചവനെ, ഞാൻ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു മജ്‌ലിസുന്നൂർ ഞാൻ വരുമെന്ന് കാത്തിരിക്കാൻ പറ്റൂല നമുക്കാർക്കും. അടുത്ത വാർഷികത്തിന് ഇനി കൊടുക്കാന്ന് പറയാൻ പറ്റൂല. ഉണ്ടായാൽ ഉണ്ടായി, കിട്ടിയാ കിട്ടി. അല്ലാഹു ഇത് നമ്മുടെ അവസാനത്തെ മജ്‌ലിസ് ആക്കാതിരിക്കട്ടെ. ആമീൻ പറഞ്ഞാണ്. അല്ലാഹു അവസാനത്തെ മജ്‌ലിസ് ആക്കാതിരിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ഇത് നമ്മുടെ അവസാനത്തെ മജ്‌ലിസ് ആക്കാതിരിക്കട്ടെ. അല്ലാഹു നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സംഘാടകർ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചപ്പോ ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇനി എത്രത്തോളം പിയാൻ പറ്റും അത്ര ഇങ്ങനെ പിഞ്ഞെടുക്കുക എന്നല്ലേ. ഇന്നത്തെ വാർഷികത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. വയലു തരണ മൂലേരും നിങ്ങൾക്ക് ദ്വാ ചെയ്യണ മൂലേരും നമ്മുടെ നാട്ടുകാരനാണെന്നല്ലേ. അല്ലേ?
ഈ നാട്ടിൽ ഉസ്താദ് തന്നെയാണ് നിങ്ങൾക്ക് വയലും പറഞ്ഞതിന്റെ ഈ നാട്ടിൽ ഉസ്താദ് തന്നെ ഇന്നത്തെ വാർഷികത്തിന് ദ്വായക്കും നേതൃത്വം നൽകണം. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിപാടി കഴിയുമ്പോൾ സംഘാടകർ ഒരു ചെറിയ ലക്ഷ്യം മുമ്പിൽ കണ്ടിരുന്നു. നിങ്ങൾ ആരെയും അടങ്ങാറാക്കാനല്ല, വിഷമിപ്പിക്കാനല്ല. നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ കൈ നീട്ടിയപ്പോഴൊക്കെ നിങ്ങൾ അതേപോലെ അതിലേറെ സന്തോഷത്തിൽ ഇങ്ങോട്ട് നീട്ടി തന്നിട്ടുണ്ട്. നിങ്ങളെ വല്ലായ്മയും നിങ്ങളെ വേദനയും നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ സങ്കടങ്ങളൊന്നും ഞങ്ങളോട് പറയാതെ നീട്ടിയ കൈ നിങ്ങൾ വെറുതെ ആക്കിയിട്ടില്ല, നിങ്ങൾ മടക്കിയിട്ടില്ല. ഈ കാണുന്ന മനോഹരമായ മദ്രസ സംവിധാനം, ഇതിന്റെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ, അൽഹംദുലില്ലാ നിങ്ങളെ പോലെയുള്ള ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ ആ നല്ല ഒരു വലിയ മനസ്സാണ്. അൽഹംദുലില്ലാ നമ്മൾ ചെയ്തതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ പറയ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മളൊരു സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ആണുങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒരു ഖബർ സിയാറത്ത് സുന്നത്താണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കണം. കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖബർ കാണാൻ പോയാൽ, ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഖബർ കാണാൻ പോയാൽ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ ഖബർ കാണാൻ പോയാൽ, അല്ലെങ്കിൽ ആ പള്ളിക്കാട്ട് കൂടി ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നടന്നു പോയാൽ അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മയാക്കി തരോ. പടച്ചവനെ, നാളെ ഞാനും ഇതുപോലെ കിടക്കാനുള്ള ആളാണല്ലോ എന്ന് ചിന്തിച്ച് ആ മനുഷ്യന് ഒരുപാട് നന്നാവാൻ അല്ലാഹു അവസരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ഉറക്കനെ മുഹമ്മദ് മുസ്തഫ. അതിനാണ് നമുക്ക് ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്. ഇനി പെണ്ണുങ്ങളോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദ്വാരക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്യുന്ന പ്രാർത്ഥന, അത് ഖബറാളികൾക്ക് വലിയ സന്തോഷം നൽകുന്ന പ്രാർത്ഥനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. ആഴ്ചയിൽ 2 ദിവസം സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസം ഖബറാളികൾക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്പം ഇളവുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട ഖബറാളികളെ ഓർത്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, അവർ സന്തോഷത്തിലാണെങ്കിൽ അവരെ സന്തോഷം ഒന്നും കൂടി കൂടും, അവരുടെ ബർസഖിയായ ദർജ ഉയരും. അവർക്ക് ഖബറിൽ വല്ല വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഈ ദിവസത്തെ ഈ ദുആഇനെ പരിഗണിച്ചുകൊണ്ട് ഖബറാളികൾക്ക് ഖബറിൽ അല്ലാഹു സന്തോഷം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പരിപാടി കഴിയുമ്പോൾ ഒരു 2 ലക്ഷം ഉറുപ്യ ബാലൻസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം അകത്തിരി ഉണ്ടാവാലോ, പൂതി അത്ര ഉണ്ടാവാം. പൂതി ഉണ്ടാണെന്ന് കുഴപ്പമില്ലല്ലോ, എന്താകും എന്നറിയില്ല. ഒരു 2 ലക്ഷം ഉറുപ്യ കിട്ടുകയാണെങ്കിൽ സംഘാടകർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ മദ്രസ ഒന്ന് ആധുനിക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമസ്തയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളാക്കുന്നുണ്ട്. അതായത് കുട്ടികളൊക്കെ ഒന്ന് മദ്രസക്ക് ഒന്നുകൊണ്ട് വരുമ്പോൾ തന്നെ ഈ ചെറിയ കുഞ്ഞുമക്കൾ ഇൽമിന്റെ വാതായനങ്ങൾ തേടിയിട്ട് മദ്രസയിലേക്ക് വരുമ്പോൾ ആ ചുമരൊക്കെ കാണുമ്പോൾ, ആ ചുമരിലെ എഴുത്തൊക്കെ ഒന്നിങ്ങനെ കാണുമ്പോൾ, അതിലെ ചിത്രങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണുമ്പോൾ കുട്ടികളെ മനസ്സിൽ ആ കുഞ്ഞുനാളിൽ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പതിയും. അവിടെ എഴുതിയിട്ടുള്ള വേർഡുകൾ, അവിടെ എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ. മാത്രമല്ല ഇന്നത്തെ പഠനത്തിന്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറൊക്കെ വേണം. പണ്ടൊക്കെ നമ്മൾ TV വേണ്ടെന്ന് പറയും. ഇപ്പൊ മദ്രസക്കും TV ആണെന്നാ പറയണ്ടത്. നിങ്ങളോടും പറയുള്ള മദ്രസക്കും നമുക്ക് വലിയൊരു TV വേണമെന്ന് തന്നെയാണ്. അതും ചെറിയ TV ഒന്നും പോരാ, വലിയ TV വേണം. കാരണം കാലങ്ങൾ മാറിയില്ലേ. അപ്പൊ കുട്ടികൾക്ക് കളിയിലൂടെ, ചിരിയിലൂടെ, വിനോദങ്ങളിലൂടെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും സൂറത്തുൽ ഫാത്തിഹയും ഇസ്ലാമിന്റെ ബാലപാഠങ്ങളിലും ആ കുഞ്ഞുനാളിൽ കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യങ്ങളിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കാൻ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫർണിച്ചർ സംവിധാനങ്ങളും അതിന്റെ ഒരു മനോഹാരിതയും ഡിജിറ്റൽ ക്ലാസ് റൂമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങളൊന്ന് സഹായിച്ചാൽ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെങ്കിലൊക്കെ ഒരു മൂലൊക്കെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പെന്നും പെൻസിലും ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്നിപ്പോ അത് പോരല്ലോ. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് മക്കൾ വളരണം. അതിനനുസരിച്ച് നമുക്ക് സൗകര്യങ്ങൾ വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് കൊടുത്താലും നമ്മുടെ മദ്രസക്ക് വേണ്ടിയുള്ള ഒരു സഹായമാണ്, മദ്രസക്ക് വേണ്ടിയുള്ള ഒരു സ്വതക്കയാണ്. അവർ പെയിന്റ് വാങ്ങിയാലും, അവർ എഴുതിയാലും, അവർ ബെഞ്ച് ഡെസ്ക് വാങ്ങിയാലും, എന്ത് വാങ്ങിയാലും. കഴിഞ്ഞ മാസത്തെ മജ്‌ലിസുന്നൂർ ഞാനൊരു 4 ഫാന് വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ആൾക്കാർ 10 തന്നിട്ട് ഇനി വേണോ ചോദിക്കുകയാണ്. അതാണ് ഇവിടെയുള്ള മനുഷ്യന്മാരെ പ്രത്യേകത. അൽഹംദുലില്ലാ അത് ഫിറ്റ് ചെയ്തു. 2 കൊല്ലത്തെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉള്ള ഫാന്. കഴിഞ്ഞ മാസം ഞാൻ കൂടെ വെറുതെ ഒന്ന് ചോദിച്ചപ്പോൾ 4 ഫാന് കിട്ടും.
ഒരു 4 ഫാൻ എങ്ങനെ വാങ്ങാ പഠിച്ചോനെ? ഇനി പൈനും കമ്മിറ്റിക്കാർ പൈസ ചെലവാക്കണം, അവർ വലിയൊരു ബേജാറിലുണ്ടായി. കാരണം എന്താ അറിയോ, ഇത് ഈ മാസം ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഗതിയാണ്. കേൾക്കണവർക്കും കാണുന്നവർക്കും ഇത് വലിയൊരു സുഖമുള്ള പരിപാടിയാണ്. എന്നാൽ ഉസ്താദ്മാർക്ക് നമ്മൾ വാരി കോരി കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഞാനൊക്കെ ഇപ്പൊ മദ്രസ പണി നിർത്തി വെച്ചേക്കാണ്. അപ്പൊ എല്ലാ ഉസ്താദ്മാരും ഇപ്പൊ നമ്മളെ ശമ്പളമൊക്കെ നോക്കി മദ്രസ പണി നിർത്തിച്ച എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചെറിയ ശമ്പളം കൊടുക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും ഒരു 10 ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുമ്പോഴേക്ക് മാസത്തിൽ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെ അറ്റകുറ്റ ചില്ലറ പണികളൊക്കെ വന്ന ഫാന് വാങ്ങാൻ റേറ്റ് വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരു പ്രയാസമുള്ള ഒരു സംഗതി. അൽഹംദുലില്ലാ ഒരു 4 ഫാൻ ആരാ തരാ ചോദിച്ചപ്പോഴേക്ക് 10 ഫാൻ, ഇനി ഫാന് വേണം ചോദിച്ചു വരുന്ന ആൾക്കാർ. ഇപ്പൊ അത് ഫാന് ഫിറ്റ് ചെയ്തു ഒരു മാസത്തിനുള്ളിൽ. അതിന്റെ ഇടപാടൊക്കെ തീർത്തു. അൽഹംദുലില്ലാ വല്ലാത്തൊരു സ്നേഹമുള്ള ഉമ്മമാർ ഉപ്പമാർ നല്ല മനുഷ്യരാണ്. അൽഹംദുലില്ലാ നമ്മൾ വഴന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടല്ലേ നമ്മൾ ഈ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആനല്ലേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പെരുന്നമല മദ്രസയിലാണെങ്കിൽ ഇവിടെ മദ്രസയിലാണെങ്കിൽ ഒരു 3.5 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ ഫാത്തിഹ സൂറത്ത് കാണാതെ കണ്ടിട്ടും പഠിക്കുകയാണ്. അവർ ഓതുകയാണ്. ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവർ പഠിക്കുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 3.5 വയസ്സ് മുതൽ ഒരു കുട്ടി ഒരു ഫാത്തിഹ പഠിച്ചാൽ, കൂടുതലൊന്നും വേണ്ട, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിച്ചാൽ. എന്താണ് ബിസ്മി? ബിസ്മി എന്ന് പറഞ്ഞ 19 അക്ഷരങ്ങളാണ്. 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രം ഒരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് 190 കൂലിയാണ്. ഒരു അക്ഷരത്തിന് 10 കൂലിയാണ്. 190 കൂലി. ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ഒരാൾ ബിസ്മി ഉപയോഗപ്പെടുത്തിയാൽ നരകത്തിന്റെ പാറാവുകാരായ 19 സബാനിയാക്കളായ മലക്കുകളുടെ അദാബിൽ നിന്ന് ആ മനുഷ്യന് അല്ലാഹു രക്ഷ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ മുഹമ്മദ് മുസ്തഫ. ബിസ്മി ഖുർആനിൽ ആദ്യം തുടങ്ങിയ അക്ഷരം ബാ ആണ്. ബാ കൊണ്ട് തുടങ്ങിയ ഖുർആൻ നോക്കികൾ. ഒരു 3.5 വയസ്സായ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ഒരു ബിസ്മി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി പിന്നെ 3.5 വയസ്സായ ആ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായി ഒരു വലിയ ഉമ്മയായി ഉപ്പയായി ഒരു സമൂഹത്തിന്, നാടിന്, ഒരു കുടുംബത്തിന് നേതൃത്വം കൊടുത്ത് ഒരു 10, 70, 50 കൊല്ലം ആ ഒരു മനുഷ്യനായി ഒരു ഉമ്മയായി ഉപ്പയായി കരിഞ്ചാപ്പാടി പ്രദേശത്ത് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ 3.5 വയസ്സ് മുതൽ ആ മോന്റെ മോളുടെ ജീവിതത്തിൽ മരണം വരെ അവർ ചെയ്യുന്ന എല്ലാ അഅമാലുകളിൽ നിന്ന് ഒരു വിഹിതം കാരുണ്യവാനായ റബ്ബാകുന്ന അല്ലാഹു നിങ്ങൾ നൽകിയിട്ടുള്ള സ്വതക്കയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ പറയോ മുഹമ്മദ് മുസ്തഫ. മദ്രസക്ക് സഹായിച്ചാൽ 3.5 വയസ്സായ കുട്ടി ഇവിടെ നിന്ന് തുടങ്ങിയ ആ കുട്ടി പിന്നെ ജീവിതത്തിലെല്ലാം പഠിച്ച ആ കുട്ടി മരിക്കണവരെ ആ കുട്ടി ചെയ്യുന്ന അമാലുകളിൽ നിന്നൊരു വിഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തരും. നേരത്തെ പറഞ്ഞ റസൂലുള്ള ഒറ്റ ഗ്യാരണ്ടിയാ പറഞ്ഞിട്ടുള്ളൂ. എന്തെന്ന് പറയോ? മൂക്കനം ബിഹി. ഇതൊരു ഉറച്ച ഈമാനോടുകൂടെ ആയിരിക്കണം, ആ വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം. ഞാൻ അങ്ങ് കൊടുത്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം. അതിപ്പോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തൊരു സംഗതി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. കഴിയുന്ന ആളുകൾ ഒരു 6666 രൂപ, കൂടുതൽ വലിയ സംഖ്യ ഒന്നും ചോദിക്കില്ല. 10,000 ഒക്കെ ചോദിച്ചാൽ തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. 10,000 തരാൻ പറ്റിയവരുണ്ട്, അങ്ങനെ തന്നോളി. ഒരു 6666 രൂപ കൊടുക്കാൻ കഴിയുന്ന ഉമ്മമാർ ഉപ്പമാർ ഒന്ന് കൈപൊന്തിക്കണം. ഇത് റജബാണ്. പിന്നെ റജബ് യാത്ര പറയാൻ പോവുകയാണ്. റജബിൽ കൊടുക്കുന്ന നന്മകൾക്ക് ബറക്കത്തുണ്ട്. ബറക്കത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും നമുക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ബറക്കത്ത് ഉണ്ടാകുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ബറക്കത്തിന് വേണ്ടി ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാരോട് അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, റജബും ശഅബാനും റമദാനും നമ്മളോട് വിട പറയുന്നതിന്റെ മുമ്പ് റമദാനിൽ എന്തായാലും നമ്മൾ കുറച്ച് സ്വതക്കൊക്കെ കൊടുക്കണം. അപ്പൊ റമദാൻ കഴിഞ്ഞതിന് മുമ്പ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് റമദാൻ കഴിയുന്ന വരെ 27 വരെ സമയം തരാം. അവസാനത്തെ 10 അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എപ്പോഴും മൂപ്പര് തുടങ്ങി തരും. നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ബാപ്പുട്ടി. അൽഹംദുലില്ലാ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു 6666 രൂപ.
ഒരു 3 സ്വലാത്ത് ചൊല്ലൂ മദീനയിലേക്ക്. മക്കളെ ഒന്ന് ഉഷാറായിട്ട് ചൊല്ലി 3 സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒന്നുകൂടെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരാൾ തുടങ്ങി വെച്ചിട്ടുണ്ട് 6666 രൂപ. ഒന്ന് ആമീൻ പറയണേ. അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ പറയൂ. അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ പറയൂ. അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്നുണ്ട്. ഒരാള് അൽഹംദുലില്ലാ തുടക്കം കുറിച്ചു 6666 രൂപ. അല്ലാഹു ആ സഹോദരന്റെ നന്മയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വേറെ ഒരാൾ പറയും അൽഹംദുലില്ലാ. ചെറിയത് അൽഹംദുലില്ലാ. ഒരു സഹോദരനും കൂടെ ചൊല്ലൂ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അർഹമുർ റഹീമായ കാരുണ്യവാനായ റബ്ബേ അല്ലാഹുവേ ആ സഹോദരന്റെ നന്മ നീ സ്വീകരിക്കണേ അല്ലാ. വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. അവിടുത്തെ ഉപ്പ ഇന്ന് ഖബറിലാണ്. ആ പൊന്നുമോൻ ചെയ്ത നന്മയിൽ ഉപ്പാക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഉമ്മ രോഗിയാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഒരുപാട് ആ കുടുംബം നേരത്തെ ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ നീ സഹായിക്കണേ അല്ലാ. രണ്ടാള് അൽഹംദുലില്ലാ. അയമാക്ക 3. കുഞ്ഞിപ്പ വച്ചിങ്ങല് കുഞ്ഞിപ്പ അതുപോലെ നമ്മുടെ അയമാക്ക 2 ആൾക്കാർ ചൊല്ലി മദീനയിലേക്ക് സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ അയമുകാക്ക എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു സഹോദരനും അതുപോലെ തന്നെ മച്ചിങ്ങൽ കുഞ്ഞിപ്പ എന്ന് പറയുന്ന മറ്റൊരു സഹോദരനും കൂടെ 6666 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരുപാട് ഖൈർ കൊടുക്കണേ അല്ലാ. വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആ മക്കൾ ചെയ്ത നന്മയിൽ അവിടുത്തെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആ നന്മയുള്ള മനസ്സിന് അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. 5 ആളായിട്ടുള്ളൂ. വേറെ 6 ആള്. ഇവരുടെ പേരെന്താ? ഐദ്രസ് വിട്ടൂര് കരുവള്ളി. കരുവള്ളി ഐദ്രസ്. എപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട്. കരുവള്ളി ഐദ്രസ് മുത്തുണ്ണി ജാസനാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. 6ാമത് ഒരാൾ കൂടെ. 6 ആളല്ലേ ഇപ്പൊ? 5 ആളാ? 5ാമത്തെ ആള്. അൽഹംദുലില്ലാ. അല്ലാഹുവേ ആ സഹോദരന് നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ബറക്കത്ത് നൽകണേ അല്ലാ. പൊന്നുമോൻ ചെയ്ത നന്മയിൽ മാതാപിതാക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ ഈ മുബാറക്കായ മാസത്തിന്റെ ദിവസത്തിന്റെ മജ്ലിസിന്റെ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ സഹോദരൻ ചെയ്ത നന്മയുടെ പ്രതിഫലം അവിടുത്തെ പ്രിയപ്പെട്ട ഖബറാളികൾക്ക് നീ നൽകണേ അല്ലാ. 5 ആള്. അടുത്ത ആള് ആണുങ്ങളെ പെട്ടെന്ന് പറയും. സഹോദരിമാരെ ഭാഗത്തൊന്ന് ചൊല്ലി. നല്ല ദീനുള്ള ഉമ്മമാർ. സ്വർണ്ണം 30 രൂപ അന്നൊക്കെ 60,000-ന്റെ മുകളിൽ പോയിക്കണ്. ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. കുറെ തന്നിട്ടുണ്ട്, കുറെ നീട്ടി വലിച്ച് നിങ്ങൾ തന്നിട്ടുണ്ട്, വാരി വലിച്ച് തന്നിട്ടുണ്ട്. ഇരിക്കല്ല മദ്രസക്ക്. അൽഹംദുലില്ലാ.
അൽഹംദുലില്ലാഹ് 3.5 വയസ്സ് മുതൽ ഇവിടെ പഠിച്ച് വളർന്നു പോകുന്ന ഓരോ കുട്ടിയുടെ ഫാത്തിഹയിൽ നിന്ന്, ഓരോ അമാലുകളിൽ നിന്ന് നമുക്കൊരു പ്രതിഫലം കിട്ടാനാ. നാളെ നമ്മളൊക്കെ ഖബറിൽ പോയി കിടക്കുമ്പോ നമുക്ക് സന്തോഷത്തോടുകൂടെ കിടക്കാനാണ്, സമാധാനത്തോടുകൂടെ കിടക്കാനാണ്. പള്ളിപ്പറമ്പിൽ 2 മൈലാഞ്ചി ചെടികൾക്കിടയിൽ നമ്മൾ അന്തി ഉറങ്ങുന്ന ആ കാലം, ഇവിടുത്തെ മദ്രസയിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ ഫാത്തിഹ ഓതുമ്പോ നമ്മുടെ ഖബറിലേക്ക് അത് കേട്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമ്മമാരൊന്ന് കൈപൊന്തിക്ക്. റജബ്, ശഅബാൻ, റമളാൻ മുമ്പ് കൊടുത്താൽ മതി കഴിയുന്ന ആളുകൾ. ഇനി അത് വലിയൊരു സംഖ്യയാണെങ്കിൽ നാരിയത്തു സ്വലാത്തിന്റെ കണക്ക് 4444 ഒന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഒന്ന് പറയും. ഇല്ലാത്തവർ 1101 റുപ്യ കഴിയണവർ കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കാര്യങ്ങൾ റാഹത്തായിട്ട് നടക്കും. ഒന്ന് നിങ്ങൾക്ക് എന്താ കഴിയാൻ നിങ്ങൾക്കും റബ്ബിനെ അറിയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കൈ ഒന്നിക്കണ്ട, നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്താൽ മതി, അതേ നമുക്ക് ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെന്നും പേപ്പറും കൊടുക്കും, താത്തർ കൊടുക്കും, ഓല അങ്ങനെ എഴുതിക്കോളും. ആണുങ്ങൾ അതിന്റെ അടിയിൽ കൂടി നടക്കുമ്പോൾ ഒരു വിഷമുണ്ടാവും, ഓല കഴിയണ എഴുതിക്കോളും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ലൈവാണ്. നിങ്ങളെ ഭർത്താക്കന്മാർ വിദേശത്തുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പരിപാടി അയച്ചു കൊടുത്തിട്ട് ലൈവിലൂടെ അവർക്ക് ഈ പരിപാടി മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. അൽഹംദുലില്ലാഹ്. മാത്രമല്ല യൂട്യൂബിൽ നമ്മുടെ ഈ പരിപാടി കാലാകാലം ഉണ്ടാവും ചെയ്യും. അപ്പൊ എന്തെങ്കിലും നമ്മൾക്ക് കഴിയുന്ന ഒരു സ്വതക്ക, നിങ്ങൾക്ക് എത്ര കഴിയാന്നുള്ളത് നിങ്ങൾക്ക് റബ്ബിനെ അറിയുള്ളൂ. ചുരുങ്ങിയത് ഇപ്പൊ ഒരു 313 റുപ്യെങ്കിലും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാം കൊടുക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സംഘാടകർ നിരാശരാകാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് മജ്ലിസ് നൂറ് ചൊല്ലി ദുആ ചെയ്യണം. കാരുണ്യവാനായ റബ്ബ് നാളെ സ്വർഗ്ഗലോകത്ത് ഇതുപോലെ ചേർന്നിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി പറയുന്നുണ്ട്, ഒരു സ്വതക്ക ചെയ്യണമെങ്കിൽ ഒരു സഹോദരി അല്ലേ, ഒരു സഹോദരി അല്ലേ, ഒരു സഹോദരി. അൽഹംദുലില്ലാഹ്. ഇതാണ് ഈമാനുള്ള പെണ്ണുങ്ങളും കൂട്ടത്തിലുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ ബക്കൽ മാത്രമാഹന്നാനേ. അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകൾ, മഹതിമാരായ ആളുകൾ ഒരുപാട് പണം കൊടുത്ത് സ്വർഗം വാങ്ങിയവരാ. അതുകൊണ്ടാണ് ഖദീജ ബീവിക്ക് ലോകത്തോട് വിട പറയുമ്പോ ഒന്നുമില്ലാതെ പോയത്. ഖദീജ ബീവി അവന്റെ വഫാത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു സഹോദരി, ഒരു പ്രിയപ്പെട്ട സഹോദരി 6666 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ആ പൊന്നുമോൾ ചെയ്ത നന്മയിൽ അവിടുത്തെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. മുറാദുകൾ ഉണ്ടെങ്കിൽ ഹസലാക്കി കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ സഫലമാക്കണേ അല്ലാ. എല്ലാരും കൊടുക്കും സദക്ക. എപ്പോഴറിയോ? മരിക്കാൻ നേരം. ഇതുകൂടെ പറഞ്ഞു നിർത്തുക. എപ്പോഴും എല്ലാരും സദക്ക കൊടുക്കും. എപ്പോഴറിയാം? മരിക്കാൻ നേരം. അല്ല പറയാം, മരിക്കാൻ നേരം അല്ലാഹുവിനോട് എല്ലാരും ചോദിക്കണ ഒരു കാര്യമുണ്ട്. എല്ലാരും അല്ലാഹുവിനോട് ചോദിക്കണ ഒരു കാര്യമുണ്ട്, സദക്ക ചെയ്യാൻ അവസരം തരുമോ? കാരണം നിസ്കരിക്കാൻ സമയം ചോദിച്ചാൽ കിട്ടൂല എന്നറിയാം. നോമ്പെടുക്കാൻ ആരും ആ സമയത്ത് സമയം ചോദിക്കൂല, ഹജ്ജ് ചെയ്യാൻ ചോദിക്കൂല, ഉംറ ചെയ്യാൻ ചോദിക്കൂല, എനിക്കൊരു മജ്ലിസിനൂറിന് പങ്കെടുക്കാനെന്ന് ചോദിക്കൂല. പിന്നെ എന്തേ പഠിച്ചോനെ, എനിക്കൊരു സ്വതക്ക ചെയ്യാൻ അവസരം വേണം. കാരണം എന്റെ മുമ്പിൽ ഒരുപാട് അവസരം വന്നിരുന്നു, അന്നൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പല അവസരം വന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ല, എനിക്കൊരു അവസരം വേണം. ഇന്ന് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നാളെ പറയും. നമ്മളൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയും, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അള്ളന്നെ പറഞ്ഞിട്ട് അങ്ങക്ക് ഇങ്ങനെ ഒരു സമയങ്ങൾ പറഞ്ഞൊരു അവസരം വരാണ്ടിട്ടോ. എന്നിട്ട് മാത്രല്ല, ഇങ്ങനൊരു അവസരങ്ങൾ പറഞ്ഞൊരു അവസരങ്ങൾക്ക് വരാണ്ടിട്ടോ എന്ന് പറയും ചെയ്ത് മാത്രല്ല, ഈ സൂറത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓതേണ്ട സൂറത്തും ആയത്തുമാണ്. ഈ പറഞ്ഞ വിഷയം എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ സുബഹിയിലോ ഇശാ നിസ്കാരത്തിലോ ഓതേണ്ട സൂറത്തിലായത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ
ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എത്ര മനോഹരമായിട്ട് അല്ലാഹു പറഞ്ഞു നോക്കി. ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പത്തുകളോ ഒന്നും അല്ലാഹുവിനെ ഓർക്കുന്ന തടസ്സമാകരുത്. ومن يفعل ذلك فأولئك هم الخاسرون. അങ്ങനെ നിങ്ങൾക്ക് തടസ്സമായ നിങ്ങൾ പരലോകത്ത് പരാജയപ്പെട്ടവരാണ്. എന്നിട്ട് അടുത്ത ആയത്ത് എന്താ നോക്കി, ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദുകുമുൽ മൗത്ത്. മരണം നിങ്ങളെ എന്നേക്കുമായി മാടി വിളിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എപ്പോ? മരിക്കുന്നതിന്റെ മുമ്പ്. മരണം വരുന്നതിന്റെ മുമ്പ്. മരിച്ചാ പിന്നെ അതിന് കഴിയില്ല. മരണം നിങ്ങളെ തൊട്ട് മുമ്പിൽ എത്തുന്നതിന്റെ മുമ്പ്. കാരണം മരണം നിങ്ങളെ തൊട്ട് മുമ്പിൽ എത്തിയാൽ എല്ലാവരും പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ഒരു സെക്കൻഡ് സമയം പോലും എനിക്കൊന്ന് അനുവദിച്ചു തരുമോ അല്ലാഹ്. പടച്ചവനെ, എന്തിനാ ഈ മനുഷ്യന്മാരും മരിക്കാൻ നേരം ഒരു സെക്കൻഡും കൂടെ തരുമോ എന്ന് ചോദിക്കേണ്ടത്? അല്ലെന്നെ പറയാ, അങ്ങനെ മരിക്കാൻ നേരം അവസാന ശ്വാസം വിടുമ്പോ ഒരു സെക്കൻഡ് സമയം പോലും എനിക്കൊന്ന് അനുവദിച്ചു തന്നാൽ അല്ലാഹുവേ, എനിക്കൊരു സ്വതക്ക ചെയ്യാനാ. അത് എങ്ങനത്തെ സ്വതക്ക എന്ന് പറയോ? പിന്നെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യൻ ഞാനായിരിക്കും. ആ നാട്ടിലെ ഏറ്റവും നല്ല സ്വതക്ക കൊടുക്കുന്ന മനുഷ്യൻ ഞാനായിരിക്കും. അങ്ങനത്തെ ഒരു സ്വതക്ക കൊടുക്കാൻ അല്ലാഹുവേ എനിക്ക് സമയം തരുമോ? മരിക്കാൻ നേരം എല്ലാ ഉമ്മമാരും ഉപ്പമാരും അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞ ചില കാര്യങ്ങൾ മറുപടിയായിട്ട് മലക്കുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു സെക്കൻഡ് സമയം പോലും അല്ലാഹു ഒരാളെയും വൈകിപ്പിക്കൂല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. കാരണം മരിക്കാൻ നേരം ഒരു വാപ്പാക്ക് മോനെ വിളിച്ചിട്ട്, മോനെ അവിടെ മദ്രസയിൽ വയലുണ്ടേന്നു, ഒരു പിരിവ് കൊടുക്കോണ്ടിന്ന് പറയാൻ മരിക്കാൻ നേരം ആ ഉപ്പാക്ക് ഒരു സെക്കൻഡേ വേണ്ടുള്ളൂ. ഉമ്മ പറയാണ്, മോളെ ഞാൻ എന്റെ കുറച്ച് പൊട്ടിപ്പോയിന്ന് കുറച്ച് പഴയ സ്വർണ്ണൊക്കെ എന്റെ മേത്തുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഊരിങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ ഇന്നതൊക്കെ എന്നെ മരിക്ക് എടുത്തോണ്ടി അതിന് എന്തെങ്കിലും ഒരു മോതിരം ഒരു കമ്മൽ എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ തരി അത് നമ്മളെ മദ്രസക്കട കൊടുത്താണ്ടി എന്ന് ഉമ്മാക്ക് പറയാൻ കുറഞ്ഞ സെക്കൻഡ് മതി, കുറഞ്ഞ സമയം മതി. ഉപ്പാക്കും ഉമ്മാക്കും അതും മതി. ഓരോ മനുഷ്യനും കുറഞ്ഞ സമയം മതി. അതുകൊണ്ടാണ് മരിക്കാൻ നേരം എല്ലാവരും സദഖ ചെയ്യാൻ അല്ലാഹുവിനോട് സമയം തരോ എന്ന് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവേ, ഒരുപാട് നല്ല ഉമ്മമാർ, ഒരുപാട് നല്ല ഉപ്പമാർ ഇതിന്റെ ആരംഭകാലം മുതൽ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അന്ന് സദഖ തന്ന പലരും ഇന്ന് ഖബറിലാണ്. ആ മണ്ണറകളെ നീ മണിയറകളാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു നാൾ ഞങ്ങളും ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. ഞങ്ങൾ മരിച്ച് 6 അടി മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമ്പോ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾ വരുമ്പോ സദഖ ചെയ്ത് ദുആ ചെയ്യുന്ന, ദുആ ചെയ്യിപ്പിക്കുന്ന നല്ല നല്ല ബന്ധങ്ങളെയും കുടുംബങ്ങളെയും മക്കളെയും ഞങ്ങൾക്ക് പകരമായി നീ നൽകണേ അല്ലാഹ്. നേരത്തെ 6666 രൂപ സംഭാവന നൽകിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാപ്പുട്ടി അല്ലേ, മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഉപ്പ അടുത്ത് മരണപ്പെട്ടു. ഒരാണ്ട് തികയാൻ പോവാണ്. വരുന്ന ശനിയാഴ്ച അല്ലേ, മറ്റന്നാളല്ലേ വീട്ടിൽ പരിപാടി? ശനിയാഴ്ച ആണ്ട് തികയാണ്. ആ ഉപ്പ ഇന്ന് ഖബറിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ വാർഷിക പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒരു പല ആളുകളും മരിച്ചുപോയി. അല്ലാഹുവേ, ആ പൊന്നുമോൻ ചെയ്ത നന്മയിൽ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്.
അവിടുത്തെ പൊന്നുമോൻ ഇന്ന് ഹാഫിളാണ്. അല്ലാഹുവേ മരണം വരെ ആ പൊന്നുമോന്റെ കൽബില് ഹിഫ്ള് നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അടുത്താരാ പറയണ്ടേ? കഴിഞ്ഞോ? 6666 രൂപ കഴിയുന്ന ആളുകൾ. ഇനി കഴിയാത്ത ആളുകൾ അതിന്റെ താഴെയുള്ള ഒരു 4444 രൂപ. ഇനി കുറക്കുന്നില്ല, ഏറ്റവും കുറഞ്ഞ ഒരു 1100 റുപ്യയിലും ഈ റമളാൻ മുമ്പ് കൊടുത്താൽ മതി. കഴിയുന്ന ആൾക്കാർ ഒന്ന് പറയും, ഒന്ന് കൈബന്ധിക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസക്ക് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്. എന്താ പേര്? ഹസൻ അല്ലേ? എത്രയാണ്? 1100 റുപ്യ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും അല്ലാഹുവേ സദഖ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് അല്ലേ? മാഷാ അല്ലാഹ്. 1100. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നേരത്തെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കുടുംബമാണ്. 1001 രൂപ സംഭാവന നൽകിയ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ. അല്ലാഹുവേ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആ കുടുംബത്തിലെ ഖബറാളികൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വേറെ സമീർ കരുവള്ളിയ കാറ്ററിംഗ്. സമീർ എത്രയാണ്? 1100 റുപ്യ. സമീർ കാറ്ററിംഗ് അല്ലേ? അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഭക്ഷണത്തിന്റെ പരിപാടിയല്ല, നല്ല കൂലുള്ള പരിപാടിയാണ്. ആർക്ക് കൊടുത്താലും എത്ര പൈസ വാങ്ങിയാലും ഭക്ഷണം കൊടുക്കുന്നില്ല, നല്ലൊരു കൂലുള്ള പരിപാടിയാണ്. അല്ലാഹു അതൊരു ഇബാദത്തായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അനിയൻ നിസാറും അൽഹംദുലില്ലാഹ്, ജ്യേഷ്ഠനും അനിയനും രണ്ടാളും കൂടിയിട്ടാണ്. നിസാറും ഒരു 1001 രൂപ. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മക്കൾ ചെയ്തിട്ടുള്ള നന്മയിൽ അവിടുത്തെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേ അല്ലാ. പടച്ചവനെ ചെറിയ വരുമാന മാർഗമാണെങ്കിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ തന്ന്, രോഗങ്ങൾ തന്ന്, ദാരിദ്ര്യം തന്ന് അവരെയും ഞങ്ങളെയും നീ പരീക്ഷിക്കരുതേ അല്ലാ. ഒരുപാട് നന്മയുള്ള ആളുകൾ സഹായിക്കുന്നുണ്ട് റബ്ബേ, നീ അവരെ സഹായിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അതുപോലെ നമ്മുടെ മുത്തുട്ടി രണ്ടാളും 1001 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഷബീറുണ്ട്. ഷബീർ മാറിക്ക സംഘാടകരും കമ്മിറ്റിക്കാരനാണ്. ഷബീറുണ്ട്. കമ്മിറ്റിക്കാരനാണ് എഴുതിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യണം അല്ലേ? അൽഹംദുലില്ലാഹ്. കമ്മിറ്റിക്കാർ ആരും ഒഴിവായിട്ടില്ല കേട്ടോ. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, കമ്മിറ്റിക്കാർ കൊടുക്കാതെ നമ്മളേക്കൊന്ന് മാത്രം പിരിക്കണം. അൽഹംദുലില്ലാഹ്. കമ്മിറ്റിക്കാരൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അർസൽ, അതുപോലെ തന്നെ മുത്തുട്ടി, അതുപോലെ ഷബീർ, അവരൊക്കെ 1001 രൂപ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവേ ഇല്ലായ്മയിലും വല്ലായ്മയും ഒരുപാട് ജീവിത തിരക്കുകൾക്കിടയിലും ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും റബ്ബേ ശമ്പളം മോഹിച്ചിട്ടോ ശമ്പളം കിട്ടിയിട്ടോ അവർ പണിയെടുക്കുന്നവരല്ല, ഈ മദ്രസയുടെ ഖാദിമീങ്ങളാണ്. അല്ലാഹുവേ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആ മക്കൾ ചെയ്ത നന്മയിൽ അവിടുത്തെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ആലുങ്ങന മുത്തു 1001 അല്ലേ? അലബിക്കുട്ടി 1001. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. കമ്മിറ്റിക്കാരനാണ് എല്ലാവരും. ശ്രദ്ധിക്കാലുങ്ങൾ 1001. പ്രയാസമല്ലോ? ഇല്ലല്ല. എന്ത് പ്രയാസം അല്ലേ? എന്തിനെല്ലാം നമ്മൾ പൈസ ചെലവാക്കണം, എന്തിനെല്ലാം പൈസ ചെലവാക്കണം. നമ്മള് ഒരു ഫുട്ബോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ പൈസ ഉണ്ടാവും, എത്ര ആൾ കാണാൻ വരാണ്ടാവും. വേറെ എന്തെങ്കിലും പരിപാടി അടുത്ത് വെക്കുകയാണെങ്കിൽ മജ്‌ലിസുന്നൂറിന് ആളുകൾ വന്നിട്ടില്ലെങ്കിലും വരാത്തവരും ഉണ്ടാകാം, വരാത്തവരും സഹായിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്. 1001 രൂപ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളിലാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളത്. സംഘാടകർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയാണ്. മുന്നേ വർഷങ്ങളിലൊന്നും നിങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയിലും പ്രത്യേകമായി നിങ്ങളെ പരിഗണിക്കുന്നതാണ്, നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്.
ഒരുപാട് നന്മയുള്ള ഉമ്മമാർ ഉപ്പമാർ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസുൻ നൂർ ചൊല്ലി ബഹുമാനപ്പെട്ട വന്ദ്യനായ നമ്മുടെ നാട്ടുകാരനായ ഉസ്താദ് ദുആ ചെയ്തിരുമ്പോ ഈ പാതിരാവിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വെള്ളിയാഴ്ച രാവിൽ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ലാഹു ഖൈർ നൽകട്ടെ. പേര് പറയാതെ അങ്ങനെ ഉണ്ടായിരിക്കുകയാണ്, എങ്ങനെ പറയാന്ന് പഠിച്ചിട്ടാണ്. സൈദാലി കുട്ടി 1100 റുപ്യ, നമ്മുടെ അസിണ്ട് 1100 റുപ്യ. എല്ലാവരും ഉണ്ട്, ആരും വിട്ടിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മദ്രസ റമളാൻ കഴിഞ്ഞ് തുറക്കുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ അവർക്കൊരു സന്തോഷത്തോടുകൂടെ പണി തുടങ്ങാലോ, ആരെങ്കിലും കേൾപ്പിക്കാലോ. പൈസ നിങ്ങളെ കയ്യിലുണ്ടാകുമ്പോൾ കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ ഒരു കരാറുണ്ട്. അള്ളാഹു ചില കാര്യങ്ങളിൽ അള്ളാഹു കരാറ് ചെയ്തിട്ടുണ്ട്. ഏറ്റെടുത്താൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല ഇപ്പൊ ഈ ആളുകളൊന്നും ഏറ്റെടുക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരാൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ, സഹായിക്കാമെന്ന മനസ്സുകൊണ്ട് ഒരാൾ ആഗ്രഹിച്ചാൽ അതിനുള്ള വഴി അള്ളാഹു ആ മനുഷ്യന് എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന കരാറ്, അള്ളാഹുവിന്റെ സഹായം അവർക്ക് അള്ളാഹു പ്രത്യേകമായി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ഉപ്പമാർക്ക് ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്, കൊടുക്കാൻ പൂതിയുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കാൻ ഒരാൾ മനസ്സ് വെച്ചാൽ, ഒരു കരാർ ഏറ്റെടുത്താൽ ആ കരാർ പൂർത്തീകരിക്കാൻ അള്ളാഹു അവരെ ദുനിയാവിൽ വെച്ച് സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. മച്ചിങ്ങൽ ബാപ്പുട്ടി എന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ, കമ്മിറ്റിക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പ ഇന്ന് ഖബറിലാണ്. അദ്ദേഹത്തിന്റെ അനിയനാണ് ഇന്ന് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും തബറുക്കിന്റെ ഭക്ഷണം നൽകുന്നത്. അദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാർ 6666 രൂപ സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാ പിതാവിന്റെ വഴിയിൽ, ജ്യേഷ്ഠാനുജ സഹോദരന്മാരുടെ വഴിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന വാപ്പുട്ടി ഉസ്താദ് അൽഹംദുലില്ലാഹ് 10,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ നന്മയിൽ നീ വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിന് വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ ഉപ്പ നടന്നു പോയ വഴിയിൽ മക്കളുമുണ്ട്. അല്ലാഹുവേ, ആ ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. വലിയ സാമ്പത്തികമായി ഉണ്ടായിട്ടൊന്നുമില്ല പടച്ചവൻ. അവിടുത്തെ വരുമാന മാർഗങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങൾക്കും അറിയാം. അതിലേറെ എല്ലാം അറിയുന്ന തമ്പുരാനെ, ആ സഹോദരന്റെ നന്മയിൽ നീ വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് ഖൈർ കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മക്കളിലും പേരമക്കളിലും നീ വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മദീന മലർവാടിയിലെ മരതകത്തോപ്പിൽ മാണിക്കക്കല്ലായി പരിലസിക്കുന്ന മദീനയിലെ പരിശുദ്ധമായ റൗളയിൽ അന്തിയുറങ്ങുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന മജ്‌ലിസായി ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ സ്വതഖ ചെയ്യുന്നവരെ, ഇവിടെ സംഭാവന വാഗ്ദാനം ചെയ്യുന്നവരെ കണ്ട് സന്തോഷിക്കാൻ അവിടത്തേക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ചക്കുകുത്ത് ശംസു അൽഹംദുലില്ലാഹ് 1000 രൂപ. വിക്കമാനൊക്കെ 1000. അൽഹംദുലില്ലാഹ്, വിക്കമാനൊക്കെ 1000. അൽഹംദുലില്ലാഹ്. രണ്ടുപേര് കൂടെ 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. രണ്ടുപേരും 1000 രണ്ടുപേര് കൂടെ അൽഹംദുലില്ലാഹ് 1001 രൂപ സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ പേര് നിനക്കറിയാം, അവരുടെ അഡ്രസ് അറിയാം, അവരുടെ കുടുംബ വിഷയങ്ങൾ അറിയാം, അവരുടെ കുടുംബത്തിൽ ആരെല്ലാം ഖബറുണ്ടെന്നറിയാം, അവരുടെ വരുമാന മാർഗങ്ങൾ അറിയാം, എല്ലാം അറിയുന്ന, രഹസ്യം പരസ്യം അറിയുന്ന രാജാതിരാജനായ തമ്പുരാനെ, ആ രണ്ട് സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. വലിയ ബറകത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് അവരുടെ കഴിവിന്റെ പരമാവധി അവർ സംഭാവന എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബേ, ആ നന്മയുള്ള മനസ്സുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഈ ലോകത്തോട് വിട പറയുമ്പോ കൽബകത്ത് ഈമാനിക വെളിച്ചവും നാവിൻ തുമ്പത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഭൂവദനം കണ്ട് ഈമാനോടുകൂടെ കണ്ണടക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നമ്മുടെ സെക്രട്ടറി വല്ലം കുഞ്ഞുട്ടിക്കാക്ക അല്ലേ, പേര് പറയാ എന്നാലും പറയാം, നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം. കാരണം കുഞ്ഞുട്ടിക്കാക്ക കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. നമുക്കറിയാം എപ്പോ വന്നാലും എല്ലാ മജ്‌ലിസിലും തുടക്കം മുതൽ അവസാനം വരെ എഴുതലും പിന്നെ വരവ് ചെലവ് വായിക്കലൊക്കെ അവരാണ്. എന്ന് വിശ്രമത്തിലാണ്, ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അല്ലാഹുവേ, ആ സഹോദരൻ കുഞ്ഞുട്ടിക്കാക്ക 3333 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, കാമിലായ ആജിലായ ശിഫാ നൽകണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളോ താങ്ങാൻ കഴിയാത്ത വേദനകളോ കൊടുക്കരുതേ തമ്പുരാനെ. ആ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഈ മദ്രസക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങള്, സേവനങ്ങള് എല്ലാം നീ കബൂലാക്കണേ അല്ലാ. മച്ചിങ്ങൽ സലു അൽഹംദുലില്ലാഹ്. എത്ര 3313 അല്ലേ? 3333 മച്ചിങ്ങൽ സലു. പാവാണ്, വലിയ പൈസക്കാരൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. കഴിഞ്ഞ മാസം ആരാ വാർഷികത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ കൈപൊന്തിച്ച് മുമ്പിൽ നിന്ന ആളാണ്. നന്മയിൽ മുമ്പിൽ കടന്ന ആൾക്കാരാണ്. വീണ്ടും ആ 3000 എത്ര ഇരിക്കാരപ്പം നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന്റെ പൈസ കണക്കൊന്നും ആരോടും പറയണ്ട, എല്ലാം റബ്ബിനറിയാം. വലിയ വരുമാനം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അൽഹംദുലില്ലാഹ് 3313 രൂപ വീണ്ടും ആ കുടുംബം ഒപ്പ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കുകയാണ്. മുഹാജിറുകളെ കുറിച്ച്, അൻസാറുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു എന്നതുപോലെ നാളെ നമ്മൾ മരിച്ചുപോയാൽ എപ്പോഴും ആളുകൾ പറയണം, നാട്ടുകാർ പറയണം, മക്കൾ പറയണം, കുടുംബങ്ങൾ പറയണം, പടച്ചവനെ റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ച നന്മയിൽ മുൻകടന്നു പോയ ഈമാനുള്ള ഉപ്പമാർ ഉമ്മമാർ ഇവിടെ ജീവിച്ചിരുന്നു, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പള്ളിയുടെ മിഹ്റാബിൽ വെച്ച്, മിമ്പറിൽ വെച്ച് ഉസ്താദുമാർ ദുആ ചെയ്ത് നാട്ടുകാർ ആമീൻ പറയുമ്പോ ഈമാനുള്ള ഉമ്മമാർ ഉപ്പമാർ നമ്മളൊക്കെ ആ ദുആയിൽ പെടണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മരിച്ചുപോയാൽ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഒരു പ്രാർത്ഥന പള്ളിയുടെ മിമ്പറിലുണ്ട്. ഏത്? റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. നന്മയിൽ മുൻകടന്നു പോയ പടച്ചോനെ, ഈമാനുള്ള ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ ഇവിടെ ജീവിച്ചിരുന്നു, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാ പള്ളികളുടെ മെമ്പറിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോ മനസ്സ് തട്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ആമീൻ പറയും. അൽഹംദുലില്ലാഹ്. അത് മതി, ആ ഒരു പ്രാർത്ഥന മതി നമുക്ക് കിട്ടാൻ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. സദർ ഉസ്താദ് അല്ലേ? സദർ ഉസ്താദ് 1100 രൂപ. അൽഹംദുലില്ലാഹ്. സദർ ഉസ്താദ് അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് പറയുങ്ങളെ. അൽഹംദുലില്ലാഹ്. ചെറുതാണെങ്കിലും അൽഹംദുലില്ലാഹ്. ഒരു വലിയ നന്മയല്ലേ? അവരല്ലേ നമ്മുടെ ഹെഡ്, അവരല്ലേ നമ്മുടെ സദർ ഉസ്താദ് ആവേണ്ടത്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഉസ്താദിന്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഉമ്മമാരെ എഴുതി കഴിഞ്ഞാന്ന് പറയണേ, മജ്‌ലിസുന്നൂർ ജല്ലങ്ങൾ എഴുതി കഴിയാൻ വേണ്ടി കാത്തിരിക്കാം. പടച്ചവനെ, നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെ കുഞ്ഞുട്ടി ഉസ്താദ് നമ്മളെ നാട്ടുകാരനാ, ചെറുപ്പക്കാരനല്ലായിരുന്നോ? പേര് പറയണ്ടല്ലേ? ആ സഹോദരിമാർ 1113 എഴുതിയ ആൾക്കാരുണ്ട്. പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, പേര് പറയണ്ട, പേര് റബ്ബിനറിയാലോ. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചതുകൂടെ നിയ്യത്ത് അവിടെ, പേര് അവിടെ എഴുതി കഴിഞ്ഞു, മലക്കൾ എഴുതി കഴിഞ്ഞു. ഒരു സഹോദരില്ലേ, ഒരു സഹോദരി നേരത്തെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി 1100 രൂപ. ആ പൊന്നുമോൾ ചെയ്ത നന്മയിൽ ഉപ്പാക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ. നാമി പറഞ്ഞാണി, അല്ലാഹു സ്വർഗം നൽകട്ടെ. കണ്ടങ്ങള് മക്കളെ മക്കളാക്കി വളർത്തിയതിന്റെ നന്മയാണ്. ആ മോളൊരു ആഗ്രഹമാണ്. വീണ്ടും ഓർമ്മയാക്കി 1100 പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞില്ല, ദ്വാരന്നിട്ടില്ല. കാരണം എന്താ? ഉപ്പാനോടുള്ള ഒരു സ്നേഹമാണ്. അതാണ്. അങ്ങനത്തെ മക്കളുണ്ടായി അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യല്ലേ. പ്രത്യേകം 1100 രൂപ ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവേ, ആ പൊന്നുമോൾ ചെയ്ത നന്മയിൽ ഉപ്പാക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. നാളെ സ്വർഗത്ത് ലോകത്ത് വെച്ച് ഹബീബായ മുത്തുനബിയുടെ കൂടെ ഫിർദൗസിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ ആ പൊന്നുമോൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ.
പടച്ചവനെ 6-7 കൊല്ലത്തോളം ഈ മദ്രസയിലേക്ക് നടന്നു വന്നിരുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയങ്കരനായ ചെറുപ്പക്കാരനായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. എല്ലാവരും ആ മനുഷ്യനെ വിളിച്ചിരുന്നത് കുഞ്ഞുട്ടി ഉസ്താദ് എന്നാണ്. അല്ലാഹുവേ, പെട്ടെന്നൊരു അറ്റാക്ക് രോഗം വന്നിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് വിധവയാണ്. അല്ലാ, ഭർത്താവില്ലാത്ത വേദന ആ സഹോദരനെ നീ അറിയിക്കരുതേ അല്ലാ. അവിടുത്തെ പൊന്നുമക്കൾ ഇന്ന് അനാഥകളാണ്. വാപ്പയില്ലാത്ത വേദന ആ മക്കൾക്ക് നൽകരുതേ അല്ലാ. ഈ മദ്രസയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലോകത്തോട് വിട പറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടി ഉസ്താദ് ഇന്ന് ഖബറിലാണ്. ആ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരുടെ ഉമ്മമാര് പ്രിയപ്പെട്ടവർ ഒരുപാട് വർഷങ്ങളായി ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ. മജ്‌ലിസുന്നൂർ ചെല്ലല്ലേ? ഇനി ആരെങ്കിലും പറയണ്ടോ? ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് മജ്‌ലിസുന്നൂർ ചൊല്ലി ഉസ്താദ് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമ്മളെ ലിസ്റ്റുകളൊക്കെ വായിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം. ഷൗക്കത്ത്, നമ്മുടെ ഈ ഷൗക്കത്തല്ലേ കമ്മിറ്റി അല്ലേ? ഷൗക്കത്ത് ഒരു 1100 റുപ്യ. അൽഹംദുലില്ലാഹ് ഒക്കെ 1101 ട്ടോ. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒരുവനാണ്. ഈ 1 എന്നുള്ള സംഖ്യ അല്ലാഹുക്ക് വലിയൊരു ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 1101 ബർക്കത്തിന് വേണ്ടി 1101 ട്ടോ. അൽഹംദുലില്ലാഹ് ഒക്കെ 1101. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഷൗക്കത്തിന് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇവിടെ പേര് പറഞ്ഞതും പേര് പറയാത്തതുമായ മുഴുവൻ ആളുകൾ സംഭാവന പറഞ്ഞ എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി കഴിയുമ്പോ അടുത്തൊരു വാർഷിക പരിപാടി വരുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശ പദ്ധതിയൊക്കെ നമ്മൾ പെട്ടെന്ന് പൂർത്തിയാക്കണം. മാത്രമല്ല, നമ്മൾ പറയാത്ത ചില ഉദ്ദേശങ്ങളും സംഘാടകർക്ക് ചില സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാ അത്ര വലിയ പിരിവ്, എത്ര വലിയ സംഖ്യ, ഇനി പൈസ ബാക്കിയാകുമോ എന്ന് വിചാരിച്ചിട്ട് ആരും കൊടുക്കാതിരിക്കണ്ട. നമ്മുടെ പ്രവാസികളായ മക്കളോട്, ഭർത്താക്കന്മാരോട്, നമ്മളെ മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമല്ലോ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ മക്കളോടൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർ കൊടുക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് കൊടുത്താലും ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അതൊക്കെ നമ്മുടെ മദ്രസയുടെ ആവശ്യങ്ങൾക്ക്, മദ്രസയുടെ എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ചാലും നിങ്ങൾ കൊടുക്കാൻ നിയ്യത്ത് ചെയ്തതോടുകൂടെ മലക്കുകൾ അത് എഴുതി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നാളെ ഖബറിൽ കിടക്കുമ്പോൾ അതിന്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞല്ലോ, ഇന്നിവിടെ പായസം കൊടുത്തത് കിണറിൽ കുഴൽക്കിണർ അടിച്ച് വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ കേസാണ്. അപ്പോഴാണ് മനസ്സിൽ ബദരീങ്ങളെ തട്ടിയൊരു വിളി വന്നത്. വെള്ളം കിട്ടുകയാണെങ്കിൽ മജ്‌ലിസുന്നൂറിൽ ഒരു മധുരം കൊടുക്കുക, ഒരു പലഹാരം കൊടുക്കുക, എന്തെങ്കിലും ഒരു മധുരം കൊടുക്കാന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തപ്പോഴേക്കും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളത്തിന്റെ പ്രവാഹം വല്ലാത്തൊരു കറാമത്താണ്, വല്ലാത്തൊരു അത്ഭുതമാണ്. ഇങ്ങനെ നേറുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾ, ഇതുപോലെയുള്ള ആയിരക്കണക്കായ മജ്‌ലിസുകൾ ആളുകൾ പറഞ്ഞ സംഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഒരു വർഷത്തെ ഓരോ മാസത്തെ ചോറ് ഭക്ഷണം ആളുകൾ ഏറ്റിട്ടുണ്ട് അല്ലെ? അതൊക്കെ അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു ബറക്കത്ത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ബദരീങ്ങളെ പേർക്കൊന്ന് നേർച്ചയാക്കി നോക്കി, അല്ലെങ്കിൽ നമ്മുടെ മദ്രസയിൽ നടക്കുന്ന മജ്‌ലിസുന്നൂറിൽ ഞാനൊന്ന് പങ്കെടുക്കുക, അതിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കാന്ന് നേർച്ചയാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ബദരീങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കറാമത്ത് നമുക്ക് അനുഭവപ്പെടും. നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസിൽ കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരിക്കാൻ നേരം ഏതെങ്കിലുമൊക്കെ കോലത്തിൽ വന്നിട്ട് പിശാച് വന്നിട്ട് നമ്മുടെ ഈമാൻ കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബദരീങ്ങളെ കാവൽ കിട്ടുമെന്നതാണ് ഇതുപോലെയുള്ള മജ്‌ലിസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. ഇൻഷാ അല്ലാഹ്, ഇനി നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും നമുക്ക് ദുആ ചെയ്തു തരാനും വേണ്ടി നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ട് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിനെ ആദരപൂർവ്വം ഈ വിഷയം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.